ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടുമെന്നറിയുവാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യന് വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്ക് ഇണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലാണ് ലോകത്തിലെ ഒന്നാമത്തെ കുടുംബത്തെ നമ്മൾ കാണുക. ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി എന്നാ പറയുക. എല്ലാ സൃഷ്ടികർമ്മവും കഴിഞ്ഞ് ദൈവം പറഞ്ഞു, കൊള്ളാം, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. പക്ഷെ ഒരു സൃഷ്ടികർമ്മം കഴിഞ്ഞ് ദൈവം പോലും പറഞ്ഞു, ഛേ, നന്നല്ല. എന്താ നന്നല്ലാത്തത്? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആണാണോ ഒരു പെണ്ണ് കൂട്ട് വേണം, പെണ്ണാണോ ഒരാണ് കൂട്ട് വേണം, ദൈവ നിശ്ചയം. ആണായി പിറന്നവർക്കെല്ലാം ദൈവം പെണ്ണിനെ വെച്ചിരിക്കുന്നു, പെണ്ണായി പിറന്നവർക്കെല്ലാം ദൈവം ആണിനെ വെച്ചിരിക്കുന്നു. അവ ദൈവ നിശ്ചയമാണ്. അപ്പോൾ ഇവിടെ പുരുഷൻ ഏകനായിരുന്നപ്പോൾ ദൈവമായ കർത്താവ് എന്ത് ചെയ്തു? അവനെ ഗാഢനിദ്രയിലാഴ്ത്തി. ബൈബിളിൽ ഒരിക്കൽ മാത്രം പറഞ്ഞിരിക്കുന്ന വാക്ക് ഗാഢനിദ്ര. അതാർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഢനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ, ഉറങ്ങ്, മനസ്സമാധാനത്തോടെയുള്ള നിന്റെ അവസാനത്തെ ഉറക്കം കെടുത്താൻ ഒരെണ്ണം വരുന്നുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങുക. അവൻ്റെ കാലയിലെ എല്ലെടുത്തില്ല. കാലയിലെ എല്ലെടുത്താൽ അവൻ അവളെ ചവിട്ടി താഴ്ത്തും. തലയിലെ എല്ലെടുത്തില്ല, എടുത്താൽ അവൾ അവൻ്റെ തലയിൽ കയറുന്ന നിരങ്ങും. അതുകൊണ്ട് ഹൃദയത്തെ പൊതിയുന്ന വാരിയല്, ആ വാരിയലുകളിൽ ഒന്ന് ഒടിച്ചിട്ട് ഒരു സ്ത്രീക്ക് ജന്മം കൊടുത്തു. പുരുഷനിൽ നിന്ന് എടുത്തുകൊണ്ട് സ്ത്രീ എന്ന് വിളിച്ചു. നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെട്ടു എന്നാണ് പറയുക. ആണും പെണ്ണുമായിട്ട് ദൈവം അവരെ സൃഷ്ടിച്ചു. അവളെ കണ്ടപ്പോഴാണ് ആദം ചിരിച്ചതും വർത്തമാനം പറയാൻ തുടങ്ങിയതും കണ്ടു കഴിഞ്ഞപ്പോഴാണ്. ആദ്യത്തെ സംസാരം പർദീസായില്ല. സായിപ്പന്മാർ പറയും, പർദീസായിലെ ഒന്നാമത്തെ ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ് പുരുഷൻ സ്ത്രീയെ കണ്ടപ്പോൾ ഒന്ന് സ്വയം പരിചയപ്പെടുത്തി. ഏത് ഭാഷയിൽ? ഇംഗ്ലീഷ് ഭാഷയിൽ. എങ്ങനെ പരിചയപ്പെടുത്തി? മാഡം, ഐ ആം ആഡം എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങിയെന്ന. മലയാള ഭാഷാപ്രേമികൾ പറയും, പർദീസായിലെ ആദ്യത്തെ ഭാഷ മലയാളമായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ് ആദം നോക്കുമ്പം പനങ്കല പോലത്തെ മുടി പാദം മുട്ടിക്കിടക്കുന്നൊരു മാതകത്തിടമ്പ് മന്ദം മന്ദം നടന്നു നീങ്ങുന്നു. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്നർത്ഥത്തിൽ ഹേ വാ എന്ന് വിളിച്ചു. അങ്ങനെ ഹൗവ എന്ന വാക്കുണ്ടായി. ഭാഷകൾ ആരംഭിച്ചെന്ന് ചിരി ആരംഭിച്ചു. ആദം ആദ്യം ചിരിച്ചത് ഹൗവായെ കണ്ടപ്പോഴാണ്. ഏതോ ഒരു പുരുഷനും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോഴാണ്. രാഷ്ട്രീയക്കാർ പറയും, സാക്ഷാൽ നരസിംഹറാവു പോലും ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യറായിയെ കണ്ടപ്പോഴാണ്. അന്ന് വരെ ചിരിച്ചിട്ടില്ലെന്ന് ചിരി ആരംഭിച്ചു. അന്നു മുതൽ പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുത്ത ഒരു വരവാണ്. 2 രീതിയിൽ ആണുങ്ങളെ വരച്ച വരയെ നിർത്താം. കെട്ടിയവൻ ഏത് DGP ആണേലും ഏത് പോലീസ് സൂപ്രണ്ടാണേലും പെണ്ണ് മനസ്സ് വെച്ചോ അവനെ ഒരു പത്മവ്യൂഹത്തിനകത്ത് പെടുത്താനായിട്ട് അവർക്ക് പറ്റും. 2 രീതിയിലാണ്. ഒന്ന്, ചിരി. പെണ്ണുങ്ങൾ ചിരിച്ചോ ആ ചിരി വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ ചിരിയുടെ മുമ്പിൽ ആണുങ്ങൾ വീണു പോകും. കാരണം പെണ്ണുങ്ങളുടെ ചിരിക്ക് നല്ല സൗന്ദര്യമുണ്ടെന്ന് സ്ത്രീകൾക്ക് അറിയത്തില്ല, അത് ആണുങ്ങൾക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ടല്ലേ കവി പാടിയത്, അവൾ ചിരിച്ചാൽ മുത്തു ചെതറും. അത് കല്യാണത്തിന് മുമ്പാണ്. കല്യാണം കഴിഞ്ഞാലോ അവൻ അടിച്ചാൽ പല്ല് ചെതറും, അത് മറ്റൊരു വശം. പക്ഷെ സുന്ദരമായിട്ട് ചിരിക്കാതെ കഴിയും ദൈവം കൊടുത്തിട്ടുണ്ട്. എത്ര മനപ്രയാസമുള്ള ഭർത്താവാണേലും പുറത്ത് പോയിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഭാര്യ ഒന്ന് ചിരിച്ചാൽ അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകട്ട പോലെ ഉരുകിപ്പോകും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല.
അല്പം ടെൻഷൻ വന്നു, നീണ്ട പടവലങ്ങ പോലെ മോന്ത നീട്ടി ഒറ്റപ്പെടുത്തും. അത് കാണുമ്പം അവൻ്റെ ഷുഗറേ പ്രഷർ അങ്ങേയറ്റം പൊങ്ങാനായിട്ട് തുടങ്ങും. പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് ചിരിച്ചാൽ ആണുങ്ങളുടെ മനപ്രയാസം മാറും. പക്ഷെ ഒരുവിധം ആക്കുന്ന ചിരിയുണ്ട്, അതുകൂടി ചിരിച്ചേക്കല്ലേ മര്യാദയ്ക്ക് ചിരിച്ചാൽ. 2, കരഞ്ഞോണം. പെണ്ണുങ്ങൾ കരഞ്ഞാലും ആണുങ്ങൾ വീഴും. പെങ്ങൾ കരഞ്ഞാൽ ആങ്ങളെ ഉരുകും. കാമുകി കരഞ്ഞാൽ കാമുകൻ അലിയും. ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് ആകെപ്പാടെ തളരും. മോള് കരഞ്ഞാൽ അപ്പന് വല്ലാത്ത ടെൻഷൻ. പെണ്ണുങ്ങളുടെ കണ്ണുനീരിന് മുമ്പിൽ ആണുങ്ങൾ പെട്ടെന്ന് കുതിർന്നു പോകും. കാരണം ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, അവൻ മണ്ണിൽ നിന്നും ഉണ്ടായവനായതുകൊണ്ട് വെള്ളം വീണാൽ അവൻ പെട്ടെന്ന് കുഴഞ്ഞു പോകും, കുതിർന്നു പോകും. പക്ഷേ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലും ഇളക്കാൻ പറ്റുകയില്ല. കാരണം എല്ലേന്നുണ്ടായതാണ്, നല്ല കട്ടിയാണെന്നാണ് വെയ്പ്പ്. അപ്പോൾ ലോകത്തിൽ അവൻ ഏകനായിരുന്നപ്പോൾ ദൈവം തീരുമാനിച്ചു അവന് ചേർന്ന ഒരു ഇണയെ കൊടുക്കുക, അവന് തക്കതായ ഒരു ഇണയെ കൊടുക്കുക. ദൈവം ഗാഢനിദ്രയിലാഴ്ത്തിയ പുരുഷനെ ഒരു സ്ത്രീക്ക് ജന്മം കൊടുത്തു. അവിടെ ലോകത്തിലെ ഉടമ്പടികൾ ആരംഭിച്ചു. ഈ ലോകത്തിൽ ആദിമ പറുദീസയിൽ 3 ഉടമ്പടികളുടെ തുടക്കമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു മനുഷ്യ ജീവിതത്തിലെ 3 പ്രധാനപ്പെട്ട ഉടമ്പടികൾ. ഒന്നാമത്തെ ഉടമ്പടി ഈ ലോകത്തിൽ ആദ്യത്തെ ഉടമ്പടിയാണ് ഉൽപ്പത്തി 2:23. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞു, മോളെ നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. ഈ ഭൂമിയിലെ ഒന്നാമത്തെ ഉടമ്പടി ദാമ്പത്യത്തിൻ്റെ ഉടമ്പടിയാണ്. രണ്ടാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 8-ലാണ്, ദൈവവും നോഹയും തമ്മിൽ. ഇനിമേൽ ജലപ്രളയത്തിലൂടെ ഭൂമുഖത്തെ ഞാൻ നശിപ്പിക്കില്ലെന്നറിയുവാൻ വാനവിധാനത്തിൽ ഒരു മഴവില്ല. ദൈവവും നോഹയും തമ്മിലുള്ള ഉടമ്പടി. മൂന്നാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 12-ൽ ദൈവവും അബ്രഹാമും തമ്മിൽ. അബ്രഹാമേ, നീ എന്നെ അനുസരിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ ഒന്നാമത്തെ ഉടമ്പടി വിവാഹത്തിൻ്റെ ഉടമ്പടിയാണ്. ഇപ്പം അവിടെ പറയുന്ന വാക്കെന്താ? നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാനിനി ബാക്കിയില്ല, എൻ്റെ അസ്ഥിയും പോയി മാംസവും പോയി, പിന്നെ ഞാനെന്നതാ ബാക്കി? മോളെ നീ ഞാൻ തന്നെയാണ്, ഞാൻ നീ തന്നെയാണ്, നമ്മൾ ഒന്നാണ്. അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അസ്ഥിയാണ്, ഭാര്യ മാംസമാണ്. അസ്ഥി ഇങ്ങനെ തുറന്നിരുന്നാൽ ഭിത്തിക്കിട്ട് മതിലിനിട്ട് മരത്തിനിട്ട് കല്ലിനിട്ട് മുട്ടും തട്ടും പൊട്ടും. അങ്ങനെ പൊട്ടാതിരിക്കാൻ മാംസം കൊണ്ട് പൊതിയണം. ഭർത്താവ് ഇങ്ങനെ അസ്ഥി പോരാ, ഇങ്ങനെ ക്ഷിപ്രകോപം, എടുത്തുചാട്ടം, തെറുക്കുത്തരം, അതും ഇതും പറയുക. ഭാര്യ വേണം പൊതിയാൻ. ഭാര്യ മാംസം പോലെ പൊതിഞ്ഞ് പറയണം, അപ്പനാകട്ടോ കുറെ കൂടെ അന്തസ് വേണം, കെട്ടിയവനാകട്ടോ കുറെ കൂടെയൊക്കെ ഗമ വേണം, പെണ്ണ് വളർന്നു വരിക കേട്ടോ കരുതൽ വേണം. മാംസം അസ്ഥിയെ പൊതിയുന്നു. പെണ്ണുങ്ങളോ പെട്ടെന്ന് തളർന്നു പോകും, പെട്ടെന്ന് മനക്കെട്ടിയില്ല, തളതളാന്ന് കിടക്കുമ്പം അവക്ക് ബലം കൊടുക്കേണ്ട അസ്ഥി ഭർത്താവ്. അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം. ആദ്യ ഉടമ്പടി വാക്കിയതാണ്. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയെ നോക്കി പറഞ്ഞു, മോളെ നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 5-6 മാസം എൻ്റെ കെട്ടിയവനും അങ്ങനെയൊക്കെ പറയുമായിരുന്നു, പൊന്നെ തേനെ ചക്കര മുത്തേ ബാലേ വൈമ്പേ പൊന്നും കൊടവേ എന്നൊക്കെ വിളിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛ 2 മക്കളായപ്പം അത് ഞാൻ മട്ടുമാറി. നിങ്ങളുടെ പെരയ്ക്കകത്ത് അസ്ഥിയുടെ അസ്ഥി പോയിട്ട് ഗുസ്തിയുടെ ഗുസ്തിയാണ് നടക്കുക. അപ്പോൾ ദൈവം ചേർത്ത് വെച്ച ഒന്നാമത്തെ ഉടമ്പടി. നമുക്കറിയാം, വിവാഹം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്. ദൈവം ആദത്തെ നിർത്തിയിട്ട് നോക്കി, അന്ന് വരെ സൃഷ്ടിച്ചതിൽ എന്തെങ്കിലും അവന് ചേരുന്നതുണ്ടോ? ഒരു വശത്ത് ആദം, മറുവശത്ത് പിടിയാന ചേരുകയില്ല. ഒരു വശത്ത് ആദം, മുമ്പിൽ എരുമ ചേരുകയില്ല. ഒരിടത്താദം, അപ്പുറത്ത് പശു ചേരുകയില്ല. ദൈവത്തിന് മനസ്സിലായി, തേങ്ങാമുറിയും അടയ്ക്കാമുറിയും കൂടെ ചേരുകയില്ല, തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും. അതിന് ഔവായെ സൃഷ്ടിച്ചു കൊടുത്തു. ഉടമ്പടി ബന്ധം ആരംഭിച്ചു. ഉടമ്പടിയുടെ മനോഹരമായ ബന്ധം അവിടെ ആരംഭിക്കുകയാണ്. എത്ര ആഴമായ ഒരു ബന്ധമായിട്ടാണ് അത് സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് നമ്മൾ കാണുക. വളരെ മനോഹരമായ ഒരു ദാമ്പത്യ ബന്ധത്തിന് ഇവിടെ തുടക്കം കുറിച്ചു. നമുക്കറിയാം, ഒരു ഉടമ്പടിയാകണമെങ്കിൽ അതിൽ 4 കാര്യങ്ങൾ വേണം. നമ്മുടെ നിയമപ്രകാരം ഒരു ഉടമ്പടിയാകണമെങ്കിൽ അതിന് 4 കാര്യങ്ങളാണ് അത്യാവശ്യം വേണ്ടത്. എന്തെല്ലാമാണ്? 1 നൽകൽ, 2 സ്വീകരിക്കൽ, 3 നിയമസാധുത, 4 പരസ്പരം പ്രയോജനകരം. ഇത് 4 ഉണ്ടെങ്കിലേ ഒരു നിയമമായിട്ട് മാറും. നൽകൽ, സ്വീകരിക്കൽ, നിയമസാധുത, പരസ്പരം പ്രയോജനകരം. വിവാഹം ഉടമ്പടിയാണ്. ഇതിൽ 4 ഉണ്ട്. ഭർത്താവ് സ്വയം ഭാര്യയ്ക്ക് നൽകുന്നു, ഭാര്യ സ്വയം ഭർത്താവിന് നൽകുന്നു. ഭർത്താവ് ഭാര്യയെ സ്വീകരിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കുന്നു. അംഗീകരിക്കപ്പെട്ട വിവാഹത്തിന് നിയമസാധുത.
പരസ്പരം പ്രയോജനകരം. കുഞ്ഞുങ്ങൾ, വീട്, കുടുംബം ഒന്നിച്ചൊരു ഭവനം പണിയുന്നു. അപ്പോൾ ഇത് ഉടമ്പടി തന്നെയാണ്. ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ചില ഉറപ്പ് ആവശ്യമാണ്. അതുകൊണ്ടല്ലേ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ശിരസായ മിശിഹ തന്റെ മണവാട്ടിയായ സഭയെ പത്രോസിനെ ഏൽപ്പിക്കുന്ന ഭാഗമുണ്ട്. 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ചിട്ടാണ് പത്രോസിനെ തന്റെ സഭയെ ഏൽപ്പിക്കുക. 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ചു. ആദ്യത്തെ ചോദ്യം ഇതാണ്: പത്രോസെ, നീ ഇവരെയൊക്കെ അധികമായി സ്നേഹിക്കുന്നു? ഉപകർത്താവ് വീണ്ടും ചോദിച്ചു. എന്നിട്ടാണ് സഭയെ ഏൽപ്പിച്ചത്. ഇതുപോലെയാണ് വിവാഹം. ഒരു സ്ത്രീയെ പുരുഷനെ ഏൽപ്പിക്കുമ്പോൾ, ഒരു പുരുഷനെ സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ചില്ലേ? ആദ്യത്തെ ചോദ്യം എന്നായിരുന്നു? ചെറുക്കനെ കണ്ടപ്പോൾ, പെണ്ണിനെ കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഒന്നാമത്തെ ചോദ്യം: പൊന്നുമോനെ പാപ്പച്ച, ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ നീ കാണാൻ സാധ്യതയുണ്ട്. എങ്കിലും അതിലൊക്കെ ഉപരിയായിട്ട് ഈ ഉണക്കപ്പാമ്പാട് പോലെ വളഞ്ഞിരിക്കുന്ന ഏലിയാമയെ നീ സ്നേഹിക്കുന്നു. ഉപകർത്താവെ. ഏലിയാമേ നീയോ? ഉപകർത്താവെ. അവളും പറഞ്ഞു. ബോധ്യം പോരാ. 3 ആഴ്ച കഴിഞ്ഞു ഒത്തുകല്യാണം. അന്ന് രണ്ടാമത്തെ ചോദ്യം: പാപ്പച്ച, പണ്ട് പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല കർത്താവേ. എടി, നിനക്ക് മാറ്റമുണ്ടോ? ഇല്ല കർത്താവേ, ഒട്ടുമില്ല. ഇതെല്ലാം കഴിഞ്ഞു കല്യാണത്തിൻ്റെ അന്ന് 100 പേര് അകമ്പടി, സമൂഹം മുഴുവൻ നോക്കി നിൽക്കുന്നു. അച്ഛന്മാര്, ജനങ്ങൾ. അവിടെ വെച്ച് അവസാന ചോദ്യം ചോദിച്ചു. അന്നെന്ന് പറഞ്ഞാൽ കശാപ്പുകാരൻ പോത്തിനെ കൊല്ലാൻ, കുശിനിക്കാരൻ പൊറോട്ട അടിക്കാൻ, ക്യാമറാക്കാരൻ അനങ്ങാത്ത പടം, വീഡിയോക്കാരൻ ആടുന്ന പടം, വെളുപ്പിനെ ചൂട്ടും കത്തിച്ച് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകാൻ ബ്യൂട്ടി പാർലറുകാരി. ഇതെല്ലാം കഴിഞ്ഞ് അന്ന് ചോദിക്കുകയാണ്: പൊന്നുമോനെ പാപ്പച്ച, അങ്ങനെയൊക്കെ പറഞ്ഞാലും നീ ഒരുപാട് പെണ്ണുങ്ങൾ ഇനി കാണാൻ പോവുക കല്യാണം കഴിഞ്ഞ്. ഐശ്വര്യ റായ്, സുസ്മിതാ സെൻ, വിശ്വസുന്ദരികൾ, താരജോഡികൾ, ഈ സീരിയൽ നടിമാർ ഒരുപാട് പേരെ കാണും. അതിലൊക്കെ ഉപരിയായിട്ട് ഈ ഏലിയാമയെ നീ സ്നേഹിക്കുന്നു. ഉപകർത്താവെ. മോളെ, നീയും കാണും ക്രിക്കറ്റ് താരങ്ങൾ, ഫുട്ബോൾ സ്റ്റാറുകൾ, മിനിമം തുണി കൊടുക്കുന്ന പരസ്യക്കാർ, പിള്ളേർ, വലിയ ബോക്സിംഗ് ചാമ്പ്യന്മാർ, ഗുസ്തി വീരമുള്ളവന്മാർ ഒക്കെ കാണും. ഇതൊക്കെ ഉപരിയായിട്ട് ഈ മെലിഞ്ഞിരിക്കുന്ന പാപ്പച്ചനെ നീ സ്നേഹിക്കുന്നു. ഉപകർത്താവെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം ചോദിച്ചു ഉറപ്പിച്ചു, കവതാശികമായി സ്ഥാപിച്ചു. വിവാഹം. അപ്പോൾ ഓർക്കുക, വിവാഹത്തിന് പള്ളിയിൽ വെച്ച് പാപ്പച്ചൻ പെണ്ണമ്മയുടെ കയ്യിലല്ല പിടിച്ചത്, പിന്നെയോ ഈശോമിശിഹായുടെ കയ്യിലാണ്. പെണ്ണമ്മ പിടിച്ചത് പാപ്പച്ചൻ്റെ കയ്യിലല്ല, കർത്താവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുക, നമ്മുടെ വികാരിയച്ഛൻ ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് വിശുദ്ധ കുർബാന കുസ്തോദിക്കകത്തെടുത്ത് സക്രാരിയിൽ പൂട്ടി സൂക്ഷിക്കുന്നു. അങ്ങനെ പൂട്ടി സൂക്ഷിക്കുമ്പോൾ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഈ പള്ളി കാണാൻ വരുന്നു. കാരണം ഒരു പള്ളിയുടെ മുമ്പിൽ 3 കുരിശുപള്ളിയുള്ള ലോകത്തിലെ ഏക സ്ഥലമാണിത്. അപ്പം ഇത് കാണാൻ വേണ്ടി വരിക. അപ്പം അങ്ങനെ വന്നിട്ട് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ വന്നിട്ട് ഇതെല്ലാം കണ്ടു. ആ കൂട്ടത്തിൽ മാർപ്പാപ്പ പള്ളിയിലോട് കയറി വന്നിട്ട് സക്രാരി തുറന്ന് ഈ തിരുവോസ്തി മുഴുവൻ ഒരു വെള്ളത്തുണിയിൽ കുടഞ്ഞിട്ടിട്ട് മാർപ്പാപ്പ പറയുകയാണ്: സാധാരണ അച്ഛനായ ജോണിയച്ഛൻ സ്ഥാപിച്ച വിശുദ്ധ കുർബാന മാർപ്പാപ്പയായി ഞാൻ പറയുന്നു, കുർബാനയല്ല. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ 101 പ്രാവശ്യം പറഞ്ഞാലും ഈ കുർബാന അല്ലാതാക്കാൻ പറ്റിയല്ല. ഒരിക്കൽ സ്ഥാപിക്കപ്പെട്ടത്. ഇതുപോലെ നിയമസാധുതയോട് ഒരിക്കൽ വഞ്ചനയല്ലാതെ ആത്മാർത്ഥതയോടെ സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശ ഒരു കുടുംബ കോടതിക്കും ഒരു സഭാ കോടതിക്കും കൂദാശ അല്ലാതാക്കാൻ പറ്റിയല്ല. നിയമപരമായിട്ട് മാറി താമസിച്ചോ പിരിഞ്ഞോ എന്നൊക്കെ പറയാം. പക്ഷെ തമ്പുരാന് മുമ്പിൽ രണ്ടാക്കാൻ പറ്റില്ല. കാരണം ദൈവം യോജിപ്പിച്ചത് മനുഷ്യനെ വേർപെടുത്താൻ പറ്റില്ല. കൗദാശികമായിട്ട് അപ്പം ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഇപ്പം ദൈവം ഒരുമിപ്പിച്ച് ചേർത്തു. ഇനി വെള്ളപ്പാണ്ട് പിടിച്ചാലും വസൂരിക്കുത്ത് വീണാലും തളർന്നു പോയാലും ഭ്രാന്ത് പിടിച്ചാലും കുടിയനാണേലും മയക്കുമരുന്ന് അടിമയായി പോയാലും ഒരിക്കൽ സ്വീകരിച്ചോ പിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം കൗദാശികമായി ദൈവം ഒരുമിപ്പിച്ച സ്നേഹത്തിൻ്റെ കൂദാശ വിവാഹമെന്ന കൂദാശ. അപ്പം അങ്ങനെയുള്ള വിവാഹമെന്ന് പറയുന്ന ആ ജീവിതാന്തസ്സിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കുക എന്താണ് വിവാഹം എന്നുള്ളത്. വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത എഫേസ്യസ് ലേഖനം 5-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു: പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, സ്ത്രീ മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനോട് ചേരും. വിട്ടേച്ച് പോകുന്ന ഏക ജീവിതം കല്യാണം. ഞങ്ങൾ വീട്ടിൽ 2 മക്കളേ ഉള്ളൂ, ഞാനും എൻ്റെ ചേട്ടനും. ചേട്ടൻ പെണ്ണ് കെട്ടിയ ആൾ, ഞാൻ കല്യാണം കഴിക്കാത്ത ആൾ. ചേട്ടൻ കല്യാണം കഴിച്ചപ്പോൾ മാതാപിതാക്കളെ വിട്ടു, ഭാര്യയോട് ചേർന്നു. ഞാൻ ലോകത്ത് എവിടെ പോയാലും ഞാൻ ഇതുവരെ അവരെ വിട്ടിട്ടില്ല. എൻ്റെ ഉള്ളിൽ അവരുണ്ട്. കാരണം അവരെക്കാൾ കൂടിയവരാരും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല.
ഈ വിട്ടേച്ച് പോകുന്നതുകൊണ്ട് ആണുങ്ങൾ കെട്ടുമ്പം വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പം വേർക്കുന്ന കാണാം. വിട്ടേച്ചുള്ള പോക്ക്. പട്ടാളക്കാരനാണെങ്കിൽ പോലും തോക്ക് പിടിക്കുമ്പം വിറയ്ക്കാത്ത കൈ, താലി പിടിക്കുമ്പം വിറയ്ക്കുന്ന കാണാം. കാരണം പട്ടാളക്കാരന് പോലും അറിയാം രണ്ടാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്ന ഈ മൂന്നാം ലോകമഹായുദ്ധം അവൻ്റെ ശക്തിക്കപ്പുറം. കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തായ കണക്കധ്യാപകനെ ഞാൻ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വടി കുലുക്കി വരവച്ച് പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതിയുടെ പതി കട്ടിയില്ലാത്ത ചീപ്പ് നൂലിൽ കെട്ടുതാലി കോർത്ത് ഇവിടെ പെടലിയുടെ പുറകെ കെട്ടുമ്പം അവൻ്റെ കൈ ഇങ്ങനെ കെലികലാന്ന് വിറയ്ക്കുന്നു. അവസാനം ചിത്രശലഭം തേൻ കുടിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ടയിൽ കൂടെ പറക്കുന്ന പോലെ കൈ തെന്നി പോകുന്നു. കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് ഇവൻ യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടെ ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ വന്നു. ഞാൻ മുറി കയറ്റി കേക്ക് ആശീർവദിച്ച് മുറിച്ച് പ്രാർത്ഥിച്ച് 2 ചെറിയ കഷ്ണം അവർക്കും കൊടുത്തു. തമ്മിൽ മുഴുത്ത കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇവരിറങ്ങി പോകുമ്പോൾ 2 പേരും നെറ്റിയെ കുരിശ് വരച്ചു. ഇവൻ്റെ തോളെ തേടി ഞാൻ പറഞ്ഞു, എടാ പേടിത്തൊണ്ടാ കണക്കത്തിയാവുക, എന്നാ വിറയാടാ വിറച്ചത്. സ്വന്തമായിട്ടൊരു പെണ്ണിനെ കിട്ടുമ്പം കുറെ കട ധൈര്യമല്ലേ വരേണ്ടത്. അവൻ പറഞ്ഞു, ആഹാ അച്ഛ അത് വിറയാണെന്നാണോ അച്ഛൻ ഓർത്തെ? ഞാൻ പറഞ്ഞു, കൈ കിടന്നിങ്ങനെ തുള്ളുന്ന വിറയല്ലാതെ വേറെ വല്ലതുമാണോ? പറഞ്ഞു, പൊന്നച്ചാ അത് വിറച്ചതല്ല, പിള്ളകളിയാണോ? സഭയിലെ ഗൗരവമുള്ള ഒരു കൂദാശയുടെ സ്വീകരണമല്ലേ, വിറച്ചതല്ല അച്ഛാ. പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. അപ്പം പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, സ്ത്രീ മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനോട് ചേരും. വിട്ടേച്ചു പോകുന്ന ലോകത്തിലെ ഒരു ജീവിതക്രമമാണ് ദാമ്പത്യം എന്ന് പറയുക. അപ്പം അവിടെയുള്ള ആ ക്രമത്തിൽ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത, ഇന്ന് നമ്മുടെ ഇടയിൽ പല കൂട്ടം കുടുംബങ്ങളുണ്ട്. അതിലേതിൽ പെടും നമ്മുടെ വീടെന്ന് ഒന്ന് ചിന്തിക്കുക. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ കേരളത്തിൽ 10 കൂട്ടം കുടുംബങ്ങളുണ്ട്. 8 എണ്ണം തെറ്റായ കുടുംബങ്ങൾ, 2 എണ്ണം ശരിയായ കുടുംബങ്ങൾ. നമ്മുടെ കുടുംബങ്ങൾ പലപ്പോഴും ഈ തെറ്റിൻ്റെ പട്ടികയിൽപ്പെട്ട 8ൽ പെടും. ഒരു വാർഷിക ധ്യാനം എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ധ്യാന ചിന്ത എന്നൊക്കെ പറയുന്നത് തെറ്റിൽപ്പെട്ട കുടുംബത്തെ ശരിയുടെ ദിശയിലേക്ക് തിരിച്ചു വിടാനുള്ള ഒരു വെല്ലുവിളിയാണ്. ഏതെല്ലാമാണ് നമ്മുടെ കുടുംബങ്ങൾ? 1, കുടുംബം ഒരു ബാർ ഹോട്ടൽ, ഒരു മദ്യഷാപ്പ്. എലിക്കുളത്തും പരിസരത്തും ഒക്കെയുള്ള നമ്മുടെ ചില കുടുംബങ്ങളൊക്കെ ബാർ ഹോട്ടലുകളാണ്. ബാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും ലഹരി വിളമ്പുക. ഒരു കെട്ടിടം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നോ അതനുസരിച്ച് അതിൻ്റെ പേര് മാറും. നമുക്കറിയാമല്ലോ, ഓരോന്നിൻ്റെയും പേര് മാറുന്നത് സ്ഥലം വെച്ചാൽ. രോമം തലയിലുണ്ടായാൽ അത് മുടി, രോമം കണ്ണിൻ്റെ മുകളിൽ വന്നാൽ അത് പുരികം, ചുണ്ടിന് മുകളിൽ വന്നാൽ മീശ, താഴോട്ട് വന്നാൽ ദീക്ഷ. ഒരേ സാധനം തന്നെ പല പേരിൽ അറിയപ്പെടും. ഒരു തുണി അൾത്താരയിൽ വിരിച്ചാൽ അൾത്താര വിരി, കലം വാങ്ങാൻ പിടിച്ചാൽ കരിയില തുണി, ഉടുത്താൽ മുണ്ട്, കട്ടനായിട്ടിട്ടാൽ അത് കട്ടനായിട്ട് പറയും, അത് വിളക്കിന് തിരിയാക്കിയാൽ അത് തിരിയെന്ന് പറയും. ഒരേ തുണി പല പേരിൽ അറിയപ്പെടും. ഇത് പള്ളി. ഈ പള്ളി മാറ്റിയിട്ട് അൾത്താര മാറ്റിയിട്ട് പിള്ളേരെ പഠിപ്പിച്ചാൽ ഇത് ഒരു സ്കൂള്. ഇവിടെ ഓട്ടോറിക്ഷയും ടാക്സിയും ഇവിടെ വന്ന് പാർക്ക് ചെയ്താൽ ഇത് ടാക്സി സ്റ്റാൻഡ്. ഇവിടെ മീൻ വിറ്റാൽ ഇത് മീൻകടയാണ്, ഇറച്ചി വിറ്റാൽ ഇറച്ചിക്കടയാണ്, കള്ളു വിറ്റാൽ ഇത് കള്ളു ഷാപ്പാണ്, ദേഹം വിറ്റാൽ ഇത് വ്യഭിചാരശാലയാണ്, കുർബാന അർപ്പിച്ചാൽ ഇത് പള്ളിയാണ്. വീടും അതുപോലെ എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെ വീടിൻ്റെ പേര് മാറാനായിട്ട് തുടങ്ങും. വീടിൻ്റെ പേര് മാറും. നമ്മൾ ഉപയോഗിക്കുന്ന ക്രമം അനുസരിച്ച് വീടിൻ്റെ പേര് മാറും. മദ്യഷാപ്പ്, മാമോദീസ വന്നാലും, ആതിർവാന സ്വീകരണം വന്നാലും, പെരുന്നാൾ വന്നാലും, ക്രിസ്മസ് വന്നാലും, ഈസ്റ്റർ വന്നാലും ലഹരി വിളമ്പുന്ന ഒരു വീടാണെങ്കിൽ നമ്മുടെ വീട് ബാർ ഹോട്ടലാണ്. ആ വീടിനെ കുറിച്ച് വചനം പറയുന്നുണ്ട്. യേശയ്യ 5:11 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ വീട്ടിലെ വിരുന്ന് മേശയിൽ നീ ലഹരി വിളമ്പിയാൽ വിരുന്നിൻ്റെ കർത്താവ് നിന്റെ വീടിനോട് വിട പറയും. മദ്യക്കുപ്പികൾ ഉടയുമ്പോൾ കുടുംബങ്ങൾ ഉടയും എന്നൊരു ചിന്ത. നമുക്കറിയാം, ലഹരിയുടെ ബന്ധനത്തിൽ പെട്ടുപോയ ധാരാളം ആളുകളുണ്ട്. എന്തിനും ഏതിനും ന്യായീകരണമുണ്ട്. ചില ക്രിസ്മസിന് കുടിക്കും. എന്താ കുടിച്ചത്? ദൈവം മനുഷ്യനായി പിറന്നതിൻ്റെ സന്തോഷം. ദുഃഖവെള്ളിയാഴ്ച ദൈവം മരിച്ചതിൻ്റെ മനപ്രയാസം. ഉയർപ്പ് ഞായറാഴ്ച ഒന്നുകൂടെ പൊങ്ങി വന്നതിൻ്റെ പരമസന്തോഷം. പെരുന്നാളിന് നാടിൻ്റെ ഉത്സവം. ഇതൊന്നും അല്ലാത്ത ദിവസം ഒരു മനുഷ്യൻ കുടിച്ചേച്ച് പോകും. പൊന്നു ചേട്ടാ, എന്നാത്തിനെ ഇന്ന് കുടിച്ചത്? അയാളുടെ മറുപടി, എൻ്റെ കൊച്ച് മുലകുടി നിർത്തി എൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ കുപ്പികുടി എന്ന് ആരംഭിച്ചതാ. എന്തിനും അതിന് ന്യായീകരണമുണ്ട്. ഇന്ന് എവിടെ ചെന്നാലും പരസ്യത്തിൻ്റെ കാലമല്ലേ. എന്താണ് പരസ്യം? രാധാസിട്ട് പതയ്ക്കൂ, മീരാ ജാസ്മിനെ പോലെയാവും.
ബൂസ്റ്റ് കലക്കി കുടിക്കും, ടെണ്ടുൽക്കറെ പോലെ ഊർജം ഉണ്ടാക്കിയെടുക്കും. പഴം പറിച്ചു തിന്നും, ദൈവത്തെ പോലെ ആകും. ഒന്നാമത്തെ പരസ്യം പിശാചാണ് ആരംഭിച്ചത്, പർദീസയിലാണ്. 2 സാരി മേടിക്കും, ഒരു ബ്ലൗസിൻ്റെ കൈ ഫ്രീ ആയിട്ട് നേടും. 3 സൂചി മേടിച്ചാൽ ഒരു കുത്തു ഫ്രീ. എന്തെല്ലാം ഫ്രീ ആയെന്ന്. വെളിച്ചെണ്ണ മേടിച്ചാൽ ഷാംപൂ ഫ്രീ. കോൾഗേറ്റ് മേടിച്ചാൽ ടങ് ക്ലീനർ ഫ്രീ. ബാർ ഹോട്ടലിലും പരസ്യമുണ്ട്. 2 പെഗ് എടുത്താൽ ഒരു മഗ് ഫ്രീ. 2 മഗ് എടുത്താൽ ഒരു ജഗ് ഫ്രീ. 2 ജഗ് എടുത്താൽ ഒരു ഹാഫ് ഫ്രീ. 2 ഹാഫ് എടുത്താൽ ഒരു ഫുള്ള് ഫ്രീ. 2 ഫുൾ എടുത്താൽ ഒരു പെട്ടി ഫ്രീ. അത് ചേർത്തെടുത്താൽ റീത്ത് ഫ്രീ. എന്തെല്ലാം പരസ്യമാണ്. ഇന്ന് പരസ്യത്തിൻ്റെ ലോകത്താ. കുടുംബം ഒരു ബാർ ഹോട്ടൽ. ഒരു മനുഷ്യന് ഭയങ്കര കൂടിയ അടുത്ത കാലത്ത് പത്രത്തിൽ ദുരന്തം കണ്ടു, മദ്യദുരന്തം. ഈ മദ്യദുരന്തത്തിൻ്റെ വാർത്ത വായിച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഈശ്വരാ, ഇത്രയും വലിയ ദുരന്തമാണോ? കാഴ്ച പോകുന്നു, മരിച്ചു പോകുന്നു, കരള് പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ മദ്യപാൻ ഇത്രയും ദുരന്തമാണോ? ഈശ്വരാ, ഞാൻ നിർത്തി എന്നും പറഞ്ഞ് വായിച്ചിരുന്ന പത്രം മേശയ്ക്കിട്ട് എറിഞ്ഞിട്ട് ഇയാൾ കുനിഞ്ഞു കിടന്നു. ഉടനെ ഭാര്യ പറഞ്ഞു, ഈ ദുരിതവേലം കണ്ടപ്പോൾ ഇയാൾക്ക് നിർത്താൻ തോന്നിയല്ലോ, ദൈവത്തിന് നന്ദി. കുടിയല്ല നിർത്തിയത്, പത്രവായന ഇന്നുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പം വീണുപോയ മനുഷ്യരുണ്ട്, മദ്യത്തിന് അടിമകളായ മനുഷ്യരുണ്ട്. കുടിക്കുന്നവർക്ക് പല രീതികളുമുണ്ട്, ഓരോരോ രീതികൾ. ഏതെല്ലാം വിധത്തിലാണ്. കഴിഞ്ഞ ഓണത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ധ്യാനിപ്പിച്ച് നടന്നപ്പോൾ പല കൂട്ടം കള്ളച്ചാരായങ്ങൾ പ്ലാസ്റ്റിക് കടലാസിനകത്ത് പാക്ക് ചെയ്ത് വിൽക്കുന്നത് കണ്ടു. കുറേ എണ്ണം വരെ എണ്ണി. ചിലതിൻ്റെയൊക്കെ പേര് ഓർമ്മയിലുണ്ട്. ഒരെണ്ണത്തിൻ്റെ പേര് ഓടെ മറിയം, 2 മണവാട്ടി, 3 പുല്ലുപെറുക്കി, 4 പോസ്റ്റേക്കേറി, 5 പോസ്റ്റ്മാൻ, 6 മിശിഹ. 6 കൂട്ടം കള്ളച്ചാരായത്തിൻ്റെ പേര് വരെ ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓടെ മറിയം എന്ന് പറയുന്ന കള്ളച്ചാരായത്തിൻ്റെ 2 കവിള് കുടിച്ചാൽ മതി. കുടിച്ചയാൾ അടുത്തുള്ള ഓടയിലോട്ട് മറിഞ്ഞു വീഴും, എഴുന്നേറ്റ് പോകാൻ പാട്. ഓടെ മറിയം. മണവാട്ടി അല്പം കുടിച്ചാൽ പിന്നെ ഭയങ്കര നാണം, കൈ ഇങ്ങനെ തിരുമിക്കൊണ്ട് നിൽക്കും. പുല്ലുപെറുക്കി അല്പം കുടിച്ചാൽ മുറ്റത്ത് കുത്തിയിരുന്ന വെട്ടം വീഴുന്നവരെ കുടിച്ച കക്ഷി സകലമാന പുല്ലും പറിച്ചുകൊണ്ടിരിക്കും. പോസ്റ്റേ കയറി അല്പം കുടിക്കുന്നയാൾ പേര, ചാമ്പ, കപ്പളം, മരത്തെ മുഴുവൻ കയറ്റത്തോട് കയറ്റം, ഇറക്കത്തോട് ഇറക്കും. ഇതുപോലെ പോസ്റ്റ്മാൻ അല്പം കുടിച്ചയാൾ ഭൂമിയിലുള്ള എല്ലാ വീടുകളെയും കറങ്ങിക്കൊണ്ടിരിക്കും. സ്വന്തം വീട് മാത്രമേ എവിടാന്ന് യാതൊരു പിടിയുമില്ല. മിശിഹ 2 പെഗ് അടിച്ചാൽ മതി. അടിക്കുമ്പം കണ്ണടച്ചോ, പിന്നെ 3-ാം പെഗ് കണ്ണു തുറക്കാൻ പറ്റത്തുള്ളൂ. ഇന്നും തിന്മയുടെ ബന്ധനങ്ങളുണ്ട്. ചാണ്ടിച്ചേട്ടൻ എന്ന് പറയുന്ന ആള് ഷാപ്പിൽ ചെന്ന് കുടിച്ചു. ചാണ്ടിച്ചേട്ടൻ പൂസായി ആടാൻ തുടങ്ങി. 8-9 സഹകുടിയന്മാർ ഒപ്പം നിന്ന് ആടി ഇവർ വീട്ടിലേക്ക് വരിക. വീട് എവിടാന്നൊരു പിടിയുമില്ല. അവസാനം വീടിൻ്റെ മുറ്റത്തെത്തി ഒരുത്തൻ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാ? അയാൾ പറഞ്ഞു, ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്നതാ. അവിടെ എങ്ങാനും ചാണ്ടിയേച്ച് പൊക്കോളാൻ പറഞ്ഞു. കാരണം കുടിക്കുന്ന കെട്ടിയവനെ കൊണ്ടുവരുന്നവരോട് ഭാര്യയ്ക്ക് അറപ്പാണ്, വെറുപ്പാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ഭാര്യ വരുന്നില്ല. ഇവൻ പിന്നെയും കോളിംഗ് ബെൽ അടിച്ചു. ആരാന്നല്ലേ ചോദിച്ചത്? ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്നാന്ന് പറഞ്ഞില്ലേ, നിർത്തിയിട്ട് പോകാനല്ലേ പറഞ്ഞത്? അപ്പോൾ അവൻ്റെ മറുപടി, പൊന്നു പെങ്ങളെ, പുറത്തോട്ടൊന്ന് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ആരാ ചാണ്ടിയെന്നൊന്ന് കാണിച്ചു തരാമോ? ഇതാണ് അവസ്ഥ. അപ്പോൾ കുടുംബം ഒരു ബാർ ഹോട്ടൽ, കുടുംബം ഒരു മദ്യഷാപ്പ്. ചില കുടുംബങ്ങൾ. 2 കുടുംബം ഒരു കശാപ്പ് കട. ചില കുടുംബങ്ങൾ കശാപ്പ് കടകളാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞിനെ കൊത്തി നുറുക്കുന്ന കുടുംബങ്ങളെ വിളിക്കുന്ന വാക്ക് കശാപ്പ് കട. ദൈവമാണ് ജീവൻ തന്നത്. 2 മക്ബായർ 7:22. ഒരമ്മ സ്വന്തം മക്കളോട് പറയാം, മക്കളെ, നിങ്ങളുടെ അവയവങ്ങളെ വാർത്തെടുത്തതും നിങ്ങൾക്ക് ജീവന്റെ ശ്വാസം തന്നതും ഞാനല്ല, ദൈവമാണ്. ഞാനല്ല, ദൈവമാണ്. ജെറമിയ 1:5. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ്, ഞാൻ നിന്നെ അറിഞ്ഞതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ഗർഭചിത്രത്തിൻ്റെ തലം 1970 വരെ ഇന്ത്യയിൽ ഗർഭചിത്രം നിയമവിരുദ്ധമായിരുന്നു. 970 ഇന്ദിരാഗാന്ധി ഗർഭചിത്രം നിയമവിധേയമാക്കി മാറ്റിയത്. അന്ന് മുതലാണ് ഭാരതത്തിൽ അസ്വസ്ഥത. പഞ്ചാബ്, കാശ്മീർ, നക്സൽ പ്രസ്ഥാനങ്ങൾ, സിംഹള തമിഴ് പോലീസ് സംഘടനകൾ, ഒരു പ്രധാനമന്ത്രി, 2 മക്കൾ വയറ് തകർന്ന് ഉദരം പടന്ന് മരിച്ചത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുക, ഇതൊരു മാരകമായ പാപം. സഭ പഠിപ്പിക്കുന്നു, ഗർഭചിത്രത്തിന് വഴങ്ങുന്ന സ്ത്രീയും പ്രേരിപ്പിക്കുന്ന ഡോക്ടറും നടത്തുന്ന ഡോക്ടറും സഹായിക്കുന്ന നേഴ്സും നിർബന്ധിക്കുന്ന ഭർത്താവുമെല്ലാം ദൈവത്തിൻ്റെ കോടതിയിൽ കൊലപാതകത്തിന് ചോദ്യം ചെയ്യപ്പെടുമെന്ന്. ഒരു കുറ്റബോധത്തിന് വേണ്ടിയല്ല. അങ്ങനെ വല്ലതും സംഭവിച്ചെങ്കിൽ തമ്പുരാനോട് മാപ്പ് ചോദിക്കുക.
ദൈവത്തിന് മുമ്പാകെ നമ്മൾ ക്ഷമ ചോദിക്കുക. അതൊരു തിന്മയാണ്, മനസ്സിൽ തിരിച്ചറിയുക. ആ കുടുംബത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് ഒരനുഗ്രഹത്തിൻ്റെ കുറവുണ്ടാകും എന്നാണ് സൂചിപ്പിക്കുക. ഇപ്പോൾ 1, കുടുംബം ഒരു ബാർ ഹോട്ടൽ. 2, ഒരു കൊലക്കളം, കശാപ്പ് കട. 3, കുടുംബം ഒരു സിനിമാ തിയേറ്റർ. ചില കുടുംബങ്ങൾ സിനിമാ തിയേറ്ററുകളാണ്. ടൈം കിട്ടുമ്പോഴൊക്കെ CD കാസറ്റിട്ട് ഇങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കുക. ചില പെണ്ണുങ്ങളെ കാണാം വൈകിട്ട് 5:30 ആകുമ്പം കുളിച്ച് തോർത്തി 1-ാം തരം തുണി കൊടുത്ത് പൊട്ടും കുത്തി തലമുടി ഇങ്ങനെ കാച്ചിക്കാ പിടിക്കുന്നത് പോലെ പൊക്കി കെട്ടി അതിൽ തേള, ഞണ്ട്, പഴുതാര, ആമ, ആപ്പ്, പൂള്, വിറവുള്ളി ഇതെല്ലാം കൂടെ കുത്തി കയറ്റിയിട്ട് ചെണ്ടയടിക്കാരൻ്റെ കൂട്ട് നെഞ്ചിന് കുറുകെ ഒരു ടർക്കി ടവൽ ഇട്ടുകൊണ്ട് ഒരു ഇരിപ്പുണ്ട്. കാരണം 6 മണി മുതൽ ഒരുപാട് കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ഏഷ്യാനെറ്റ് കണ്ണുനീര്, കൈരളി കണ്ണുനീര്, സൂര്യ കണ്ണുനീര്, ഒത്തിരി കണ്ണുനീര്. ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ഭാര്യ TV കാണാൻ വരുന്നത് വടക്കൻ വീരഗാഥയിലെ പോലെ തുണി കൊടുത്തുകൊണ്ടാണ്. ടർക്കി ടവൽ നെഞ്ചിന് ചെയ്തേ കയറ്റി കൊടുത്ത് ദേഹത്ത് മുഴുവൻ സോപ്പും തേച്ച് അവൾ വന്ന് TV കാണാനിരിക്കും. ഞാൻ ചോദിച്ചു, അതെന്നാ ചേട്ടാന്ന് ചോദിച്ചു. പരസ്യം വരുമ്പോൾ വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. കുടുംബം ഒരു സിനിമാ തിയേറ്റർ. ഒരിക്കലും പള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു കൊച്ചു കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോനെ നിങ്ങളുടെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന എങ്ങനെയാണ്? അവൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന ഒരു പ്രത്യേക രീതിയിലാണ്. ഞാൻ വെച്ചാൽ എങ്ങനെ? അവൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന ഞങ്ങൾ കൊന്ത ചെല്ലുമ്പം രഹസ്യം പരസ്യം, പരസ്യം രഹസ്യം, രഹസ്യം പരസ്യം, പരസ്യം രഹസ്യം, ഞങ്ങൾ അങ്ങനെ ചെല്ലുക. അതെന്നാടാ? TV പരസ്യം വരുമ്പം കൊന്തയുടെ രഹസ്യം ചെല്ലും, പിന്നെ ഞങ്ങൾ ഇങ്ങനെ സീരിയൽ കാണും, അടുത്ത പരസ്യത്തിന് പിന്നത്തെ രഹസ്യം, അങ്ങനെ രഹസ്യം പരസ്യം, പരസ്യം രഹസ്യം, അങ്ങനെ ചെല്ലി പോവുക. വീട് ഒരു സിനിമാ തിയേറ്ററാണ്. 4, കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. ചില കുടുംബങ്ങൾ ബ്യൂട്ടി പാർലറുകളാണ്. റബ്ബർ ഷീറ്റിന് വില കൂടിയപ്പോൾ, വിദേശ പണം നാട്ടി വന്നപ്പോൾ അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ പെരയ്ക്കകം മുഴുവൻ ഇങ്ങനെ നിറച്ചു വച്ചിരിക്കുന്നു. പെരയ്ക്കകം മുഴുവൻ അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ. ചില പെരയുടെയൊക്കെ മുഴുപ്പ്, എൻ്റെ ദൈവമേ എന്നാ വലിയ മുഴുപ്പ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു വീട് വെച്ചിരിക്കാൻ വേണ്ടി കയറുക. മുറിക്കൂടെ കയറി ഇറങ്ങിയപ്പം പൊൻകുന്നമായി. അത്രയും അമ്മം കെട്ടിടങ്ങൾ, എത്രയും വലിയ കെട്ടിടങ്ങളായിരുന്നു ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പം ജീവിതത്തിൽ വീടൊരു ബ്യൂട്ടി പാർലറാണ്. ചില പെണ്ണുങ്ങളെ കാണാം, വയസ്സ് 65, പല്ല് പറഞ്ഞ കുഴി, പൗഡറിട്ട് നികത്തി, ചുണ്ടിയിലും കണ്ണീരും ചായവും പൂശി, ഏതോ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുച്ചിപ്പിടി ആടാൻ പോണ പോലെ പോകുന്ന സഹോദരിമാരെ കാണാം. അവരുടെ ഓർമ്മ ഇത് കണ്ണിൻ്റെ നിറവാണെന്ന, ചുണ്ടിൻ്റെ നിറവാണെന്ന. സാമാന്യ വിവരമുള്ള ആർക്കും അറിയാം അത് ചുണ്ടിൻ്റെയും കണ്ണിൻ്റെയും നിറവല്ല, പെരയുടെ ജനക്കമ്പിക്ക് തൂത്ത പെയിൻറ്റിൻ്റെ ബാക്കി കിറിയെ പൂശിയതാണെന്നറിയാം. ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളുണ്ട്. നല്ല മിടുക്കരി പെൺകുട്ടികളെ കാണാം, വയസ്സ് 10ഓ 18ഓ, കണ്ടാലാരും ഒന്നുകൂടെ നോക്കി പോകുന്ന നല്ല കുട്ടികൾ. പക്ഷേ ഇതിങ്ങടെ കഷ്ടപ്പെട്ട നടപ്പ് കാണും. പോൾവാൾട്ടിന് കോലയെ ഞാലുന്ന പോലെ, പൂട്ടുകുറ്റി പോലെ, ഇല്ലിക്കുറ്റി പോലെ ഒരു ചെരുപ്പൊക്കെ ഇട്ട് മുള്ളേലിങ്ങനെ കുത്തി മുമ്പോട്ട് തലയിൽ നീട്ടി പുറകോട്ട് ഉന്തിപ്പിടിച്ച് എരുമ പിണ്ണാക്കും വെള്ളം കുടിക്കാൻ പോകണ പോലെ വളഞ്ഞു നിൽക്കുന്നതാണ്. എന്തിനു വേണ്ടിയായത്? ആരെ കാണിക്കാൻ വേണ്ടിയാ? അപ്പം കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. ചില ആണുങ്ങളെ കാണാം, വയസ്സ് 75 ആയാലും ഒരു മുടി പോലും നരച്ചിട്ടില്ല. ചിലരുടെ തലയിലെ മുടി 3 നില പന്തൽ പോലെ, മുകളിൽ കറുപ്പ്, കീഴേ ചെമ്പിപ്പ്, അടിയിൽ നരപ്പ്. എന്ത് കഷ്ടപ്പെട്ട ഈ ഭാരവും ചുമന്നുകൊണ്ട് നടക്കുക. ഒരു മനുഷ്യൻ അയൽവക്കത്തെ സ്ത്രീയെ ഫോണിൽ വിളിച്ചപ്പോൾ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൊച്ചുമോനാ ഫോൺ എടുത്ത് ഇംഗ്ലീഷിൽ ചോദിച്ചു, വെർ ഈസ് യുവർ മമ്മി? കൊച്ചിൻ്റെ മറുപടി, മൈ മമ്മി ഈസ് ഡൈ. അയാൾ ആംബുലൻസ് പിടിച്ച് വന്ന് മരിക്കാൻ പോകാമെന്ന് ഓർത്ത്. ഇങ്ങനെ ഡൈ ചെയ്ത് കറപ്പിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. 5, കുടുംബം ഒരു സിമിത്തേരി. ചില കുടുംബങ്ങൾ സിമിത്തേരികളാണ്. തൊട്ടടുത്ത് നമ്മൾ സിമിത്തേരി കാണുന്നു. സിമിത്തേരിയുടെ പ്രത്യേകത മൗനം. ആരും ഒന്നും മിണ്ടുകയല്ല, നല്ല മൗനം. മൗനത്തിൻ്റെ സ്ഥലമാണ് സിമിത്തേരി. ഇന്ന് ചില ആൾക്കാർ ധ്യാനം കൂടാൻ വേണ്ടി വന്നിരിക്കുന്നത് സിമിത്തേരിയിൽ നിന്നാണ്. രാത്രി തിരിച്ചു പോകുന്നത് മോർച്ചറിയിലേക്കാണ്. കിടന്നുറങ്ങാൻ പോകുന്നത് ശവപ്പെട്ടിക്കകത്താണ്. എങ്ങനെയുള്ള വീടാണ് സിമിത്തേരി? ഭർത്താവും ഭാര്യയും കൂടെ വർത്തമാനം പറയുകയാണെങ്കിൽ ആ വീടാണ് സിമിത്തേരി. മൗനം. രണ്ടുപേരും ഇങ്ങനെ ഇരിപ്പുണ്ട്, മുഖത്തോട് വന്ന് നോക്കിക്കൊണ്ട്. അശോകസമ്പത്തിലെ സിംഹത്തിൻ്റെ തല പോലെ, ഒന്ന് കിഴക്കോട്ട് മറ്റേത് പടിഞ്ഞാറോട്ട്, മിണ്ടാൻ വകുപ്പുകൾ ഒന്നുമില്ല. അതാണ് സിമിത്തേരി. ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ഭർത്താവ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭാര്യയെ ഒരുമിച്ചിരുന്ന് 15 മിനിറ്റ് മുട്ടി ഉരുമി കൊച്ചു വർത്താനം പറഞ്ഞിട്ടേ കിടക്കാൻ പോകാം. ഭാര്യ പറഞ്ഞു, എൻ്റെ അച്ഛ 5 മിനിറ്റ് മതി. കല്യാണം കഴിഞ്ഞൊരു വർഷം 15 ഈ മനുഷ്യൻ 2 മിനിറ്റ് പോലും മിണ്ടുകയില്ല. ആകെപ്പാടെ മിണ്ടുന്നത് സന്ധ്യയാകുമ്പം 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടിയുടെ കാര്യം. ഞാൻ വെച്ചാൽ എന്താ? സന്ധ്യയാകുമ്പം പറയും 1,
കുരിശ് വരയ്ക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാ വിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ സംസാരങ്ങളേ ഇല്ല. ചില കുടുംബത്തിലെ സംസാര വിഷയം കാലാവസ്ഥയാണ്. ഒരു മഴക്കാർ ഇങ്ങനെ കാണുന്നുണ്ട്, വഞ്ചിമലയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് മിക്കവാറും പൂവരണി പോയി അത് പെയ്യുമായിരിക്കും. ചില പറയും എന്തൊരു ഈയല, വല്ലാത്ത പാറ്റ, ഒടുക്കത്തെ മൂട്ട, എന്തൊരു കൊതുക്. ജീവജാലങ്ങളെയും കാലാവസ്ഥയും സൃഷ്ടിച്ച ദൈവത്തിന് 1000 നന്ദി. അല്ലെങ്കിൽ പല ദമ്പതിമാരും വിഷയദാരിദ്ര്യം കൊണ്ട് മരിച്ചു പോകുമായിരുന്നു. സ്ത്രീകളൊരു കാര്യം ഓർത്തോണം, എത്ര അരിശം വന്നാലും ഭർത്താവിനോട് മിണ്ടാതിരിക്കരുത്. നിങ്ങളുടെ കെട്ടിയവനെ വളരെ പെട്ടെന്ന് വൃദ്ധനാക്കണോ, 1 മാസം മിണ്ടാതിരുന്നാൽ മതി. അവൻ്റെ മുടി നരച്ചു തുടങ്ങും, തൊലിക്ക് ചുളിവ് വീഴും. കാരണം പെണ്ണുങ്ങൾക്ക് മിണ്ടിയില്ലേലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മിണ്ടാൻ ധാരാളം വകുപ്പുകളുണ്ട്. ഒന്നുമല്ലെങ്കിൽ കോഴിയേലും വിളിക്കാം, കോഴി ബാ 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 ബാന്ന് വിളിച്ച് വിട്ട് നിൽക്കാം. ആണുങ്ങൾക്ക് വിളിക്കാൻ പറ്റും, അയൽവക്കത്തെ സ്ത്രീയെ നോക്കി നീ ഇങ്ങോട്ട് ബാ ബാന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ സംസാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ദമ്പതികൾ സംസാരിക്കുമ്പോൾ കുടുംബത്തിനകത്ത് തന്നെ ഒരു ഐശ്വര്യവും അനുഗ്രഹവും ഒക്കെ ഉണ്ട്. വർത്തമാനം പറയുമ്പോഴല്ലേ സമാധാനം, ഇല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഒരു കുടുംബത്തിൽ 75 വയസ്സുള്ള ഭർത്താവ്, 72കാരി ഭാര്യ. ഭർത്താവ് പെട്ടെന്ന് അങ്ങോട്ട് അരിശപ്പെടും, പക്ഷെ പെട്ടെന്ന് തണുക്കും. ഭാര്യ അങ്ങനെ അരിശപ്പെടുത്തില്ല. ഒരിക്കൽ പിണങ്ങിയാൽ പിന്നെ അവൾ സക്കറിയാടെ ഗോത്രത്തിൽപ്പെട്ടവളാ. 10 മാസം കഴിഞ്ഞാലേ വാ പൊളിക്കത്തുള്ളൂ, അത്രയ്ക്കും വാശിക്കാരി. ഒരു ദിവസം 1ഉം 2ഉം പറഞ്ഞ് ബഹളമൊക്കെ മൂത്തു. ഈ സ്ത്രീ അങ്ങ് പിണങ്ങി വാ പൂട്ടി. സന്ധ്യയായി മിണ്ടുന്നില്ല. ഭർത്താവ് അള്ളി നോക്കി, നുള്ളി നോക്കി, കിള്ളി നോക്കി, പിടിച്ച് കുലിക്ക് നോക്കി, ഒരനക്കവും ഇല്ല. 2ാം ദിവസം വീട്ടിൽ എന്തോ സാധനം കാണാതെ പോയി. ഭർത്താവ് തപ്പാൻ തുടങ്ങി. 3 ദിവസം തപ്പിയിട്ടും സാധനം കിട്ടുന്നില്ല. അവസാനം മടുത്ത ഭാര്യ ചോദിച്ചു, എന്നതാ കളവാ നിങ്ങളുടെ കാണാതെ പോയെന്ന് ചോദിച്ചു. ഉടനെ കെട്ടിയാൻ പറയാൻ ഡേഡി, സമാധാനമായി, കിട്ടിപ്പോയി. 3 ദിവസമായിട്ട് നിന്റെ സ്വരം എവിടെ പോയെന്ന് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് കണ്ടു കിട്ടിയത്. വർത്തമാനം പറയാത്ത കുടുംബമാണ് സെമിത്തേരി എന്ന് പറയുക, ശ്മശാനം. 6 കുടുംബം ഒരു നരകം. ചില കുടുംബങ്ങൾ നരകങ്ങളാണ്. എങ്ങനെയുള്ള കുടുംബമാണ് നരകം? ഭർത്താവും ഭാര്യയും കൂടെ എപ്പോഴും വഴക്കുള്ള വീട് നരകം. സ്നേഹമാണോ സ്വർഗം? വഴക്കുള്ള വീട്ടിലോട്ടൊരു ഭാര്യയ്ക്ക് തിരിച്ച് കയറി ചെല്ലാൻ തോന്നുകയില്ല. വഴക്കുള്ള കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ ഭർത്താവിന് തോന്നുകയില്ല. പറ്റുന്നിടത്തോളം സമയം കടത്തിനേലും മറ്റും ഇരുന്ന് സമയം ചെലവഴിക്കുന്ന ആണുങ്ങൾ വീട്ടിൽ വഴക്കായിട്ട് സ്നേഹമാണെങ്കിൽ നേരത്തെ വീട്ടിൽ പോയേനെ. പെണ്ണുങ്ങൾ പള്ളിയിൽ കഴിഞ്ഞാലും പോകാതെ വർത്തമാനം പറഞ്ഞ് റോഡിലൊക്കെ നിൽക്കുന്നത്, പോകുമ്പോൾ ഒരു രസമില്ല. അവിടെ നരകമാണ്, വഴക്കോട് വഴക്ക്. സ്നേഹിക്കുന്ന കുടുംബമാണ് സ്വർഗം. ഒരു വീട്ടിൽ ഭർത്താവും ഭാര്യയും. ഭർത്താവ് സ്കൂളിലെ അധ്യാപകനാണ്. ദിവസവും ഒരു 5 തെറി പറയാതെ സ്കൂളിൽ പോകത്തില്ല. ഭാര്യ അടുക്കളയിലെ ജോലിക്കാരിയാണ്. ഒരു 3 എണ്ണം കേൾക്കാതെ അടുപ്പിൽ തീ കത്തിക്കത്തില്ല. അത് വീട്ടിലെ അവസ്ഥ. ഒരു ദിവസം രാവിലെ ഏതാണ്ടൊക്കെ ചീത്തയും പറഞ്ഞ് 9:30 ഇയാൾ സ്കൂളിൽ പോയി. വൈകുന്നേരം 4:30 തിരിച്ചു വരേണ്ടത്. ഭാര്യ ഒറ്റയ്ക്ക് തെറിയും പറഞ്ഞ് അടുപ്പിൽ തീ കത്തിക്കാൻ തുടങ്ങി. അന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഭർത്താവ് വന്നു. ഭാര്യ ചോദിച്ചു, താനെന്നാടും അവധിയെടുത്തുകൊണ്ട് വഴക്കുണ്ടാക്കാൻ നേരത്തെ എഴുന്നള്ളിരിക്കുകയാണ്. ഉടനെ കെട്ടിയവൻ പറഞ്ഞു, അല്ലടി, ഞാനും ഹെഡ്മാസ്റ്ററും കൂടെ 1 പറഞ്ഞു 2 പറഞ്ഞു കൊത്തിക്കയറി കമ്പ് കോർത്തു. അരിശം വന്ന ഹെഡ്മാസ്റ്റർ എന്നോട് പറയുക, താൻ വല്ല നരകത്തിലോട്ടും പോടും. ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നടി, വേറെ എങ്ങോട്ട് പോകാനായിട്ടാണ്. നരകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാ? കാലൻ, പിശാച്, ശവങ്ങൾ. ഇതാണ് നരകത്തിലെ കഥാപാത്രങ്ങൾ. ഭാര്യ ഭർത്താവിനെ വിളിക്കും, കണ്ണിച്ചോരില്ലാത്ത കാലൻ, പോകുന്ന പോക്ക് കണ്ടില്ലേ? ഭർത്താവ് ഭാര്യയെ വിളിക്കും, വൃത്തിയില്ലാത്ത മുതുപിശാച്, പെരയ്ക്കാൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മക്കളെ നോക്കി പറയും, അയൽവക്കത്തെ പിള്ളേർ മിടുക്കർ. ഈ വീട്ടിൽ 3 ശവങ്ങൾ. മൂത്ത ശവം 8ാം ക്ലാസ്സിൽ, 2ാമത്തെ ശവം 7ാം ക്ലാസ്സിൽ, 3ാമത്തെ ശവം 5ാം ക്ലാസ്സിൽ. ആ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്ത് ചെയ്യേ? ചായ കുടിക്കാൻ പോയിരിക്കുന്നു, ഇപ്പം വരും. പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്ത് ചെയ്യേ? കറി ഉലർത്തിക്കൊണ്ടിരിക്കുന്നു, തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വീട്ടിൽ ഭർത്താവ് ഭാര്യയെ പിശാചെ പിശാചെന്ന് വിളിച്ച് 25 വർഷക്കാലമായി. ഭാര്യ പിശാചെന്ന് കേട്ടാൽ ഭാര്യ തിരിച്ചു നോക്കും, പിശാചെന്ന് കേട്ടാൽ മക്കൾ അമ്മയെ നോക്കും. ഇവർ രണ്ടും കൂടി അയൽവക്കത്തെ കൊച്ചിനെ മാമോദിസയ്ക്ക് തലതൊട്ടപ്പനും തലതൊട്ടമ്മയായിട്ട് പള്ളിയിൽ ചെന്നു. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് മാമോദിസ മുക്കുന്ന അച്ഛൻ ചോദിച്ചു, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടെ ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാളൊന്നും മിണ്ടുന്നില്ല. മയിൽക്കുറ്റിക്ക് കാറ്റ് പിടിച്ചതുപോലെ സർവേക്കല്ല് പോലെ ഉറച്ചു നിൽക്കുന്നു. അച്ഛൻ ചോദിച്ചു, ചെവി കേൾക്കുകയല്ലേ? പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാളൊന്നും മിണ്ടുന്നില്ല. അച്ഛൻ പറഞ്ഞു, ഇതുങ്ങളെ മാറ്റിയിട്ട് ചെവി കേൾക്കാൻ കൊള്ളാവുന്ന വല്ലവരെയും കൊണ്ടുവരാൻ പറഞ്ഞു. തലതൊട്ടപ്പനും തലതൊട്ടമ്മയായിട്ട്. അവസാനമായിട്ട് ചോദിക്കുന്നു, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടെ ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഉടനെ കെട്ടിയവൻ പറയാം, എൻ്റെ അച്ഛന് പറയാൻ എളുപ്പമാണ്. 25 വർഷമായില്ലേ സ്വീകരിച്ചിട്ട്, അങ്ങനെ എളുപ്പത്തിൽ എനിക്ക് തള്ളാനായിട്ട് പറ്റുമോ? വിളിച്ച് പഠിച്ചു പോയ പദപ്രയോഗങ്ങൾ
കുടുംബം ഒരു നരകം. 7 കുടുംബം ഒരു ഗുസ്തിക്കളം. ചില കുടുംബങ്ങൾ ഗുസ്തിക്കളങ്ങളാണ്. പറഞ്ഞ് അലറി വിരട്ടി ഭാര്യയെ തോപ്പിക്കുന്ന ഭർത്താവ്, നെഞ്ചത്തടിച്ച് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് വലിയ വലിയ കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ തോപ്പിക്കുന്ന ഭാര്യ. ചിലയിടത്ത് വാക്കുകൊണ്ട്, ചിലയിടത്ത് ശാരീരിക യുദ്ധം, പിച്ചുക, മാന്തുക, കടിക്കുക, പറിക്കുക, തൊഴിക്കുക, ഏതെല്ലാം രീതിയില്ല. ഞാൻ ബാംഗ്ലൂർ സിറ്റിയിൽ അടുത്ത കാലത്ത് ധ്യാനിപ്പിച്ചപ്പോൾ ഒരു വീട്ടിൽ രാത്രിയിൽ ഭക്ഷണത്തിന് ചെന്നു. ഭർത്താവും ഭാര്യയും ഇടത്തും വലത്തും വരുന്നു. ഭർത്താവ് ബെർമുഡായും ടീഷർട്ടുമായിട്ടിരുന്നത്. ഊണ് കഴിഞ്ഞ് ഈ ഭർത്താവ് ടീഷർട്ട് അങ്ങോട്ട് പൊക്കി. ഞാൻ പുറത്ത് നോക്കുമ്പോൾ 100 മീറ്റർ ഓട്ടത്തിന് ഏഷ്യാഡിൽ വരയിട്ടതുപോലെ തൊലി പോയ കുറേ പാട്, 3-4 വര. ഇയാൾ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ഭാര്യയോട് അച്ഛനെന്ന് പറയണം, അരിശം വരുമ്പോൾ ഇതുപോലെ മാന്തി പറിക്കരുതെന്ന് അച്ഛനെന്ന് പറയണം. ഞാൻ അവളുടെ നഖം നോക്കുമ്പം ട്രാക്കുളയുടെ മൂത്ത മകളുടെ കൂട്ടാണ്, കമ്പിപ്പാര പോലെയാണ് നഖം ഇങ്ങനെ നീട്ടി വളർത്തിരിക്കുക. അരിശം വന്നോ ഭർത്താവിൻ്റെ പുറത്തെ തൊലി മാന്തി പറിക്കുക. ഈ ഒരു സ്വഭാവം. ഒരു സ്ത്രീ ഭർത്താവിനെ അരിശമെന്ന് വിളിക്കുന്ന വാക്ക് പോടാ മൂട്ടെ. അല്പം കൂടി അരിശം വന്നാൽ പോടാ പഞ്ഞെ, കട്ടിൽ മൂട്ടെ. ഇതാണ് വിളിക്കുന്ന വാക്ക്. ഇത് കേൾക്കുമ്പം ഭർത്താവിന് ചൊറിഞ്ഞു കയറും. ഒരു ദിവസം അരിശം വന്ന ഭാര്യ പറഞ്ഞു, പോടാ മൂട്ടെ, ഇനി നീ എന്നെ വിളിച്ചാൽ പിശാച് നിന്നെ ഞാൻ ചവിട്ടി കൊല്ലുന്നു പറഞ്ഞു. പോടാ പഞ്ഞെ, കട്ടിൽ മൂട്ടെ, നിനക്ക് എന്നെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അരിശം വന്ന ഭർത്താവ് തലയ്ക്കിട്ടൊരു കുത്ത്, തൊണ്ടയ്ക്ക് ഒരു ഞെക്ക്. അവൾ തുമ്മാനും ചീറ്റാനും ചുമയ്ക്കാനും തുടങ്ങി. എന്നാലും വിട്ടുകൊടുക്കുകയല്ല, മൂക്കിക്കൂടെ വിളിച്ചു, മൂട്ടാ 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 മൂട്ടാ. അരിശം വന്ന കെട്ടിയവൻ തലമുടുക്കത്തെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് വാട്ടർ ടാങ്കിലെ വെള്ളത്തിൽ മുക്കി. വെള്ളത്തിൽ മുങ്ങി അവളുടെ മൂക്കിൽ നിന്നും വായിന്നും കൊമള ചാടാൻ തുടങ്ങി. എന്നാലും വിട്ടുകൊടുക്കുകയല്ല, വിളിക്കാൻ പറ്റിയല്ലോ. അവൾ വെള്ളത്തിൽ മുങ്ങി കിടന്ന് കുനിഞ്ഞു കിടന്നുകൊണ്ട് 2 കൈയും പൊക്കിയിട്ട് മൂട്ടെ കൊല്ലുക. ഇനി വിളിക്കാൻ പറ്റുമോ? ഇപ്പം കുടുംബം ഒരു ഗുസ്തിക്കളം. 8 കുടുംബം ഒരു ചന്ത. ചില കുടുംബങ്ങൾ ചന്ത പോലെയാണ്. വൃത്തിയില്ല, മെനയില്ല. ചന്തയിലെ വർത്തമാനം. ഭാര്യയെ തെറി വിളിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ തിരിച്ചു വിളിക്കുന്ന ഭാര്യ, മക്കളെ ചീത്ത വിളിക്കുന്ന മാതാപിതാക്കൾ, ഒപ്പം പെരിക്കവും ഒക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. ചില വീടിന് ചെല്ലുമ്പോഴേ അറിയാം പിശാച് ഈമ്പിയ പെമ്പർനോത്തിയാണ് കുടുംബനാഥ. വീടിൻ്റെ വരാന്തയിൽ കോഴിക്കാഷ്ടം ടൺ കണക്കിന് അട്ടിയിട്ട് വെച്ചിരിക്കുന്നു. പെരയ്ക്കകത്ത് കയറി ചെന്നപ്പോൾ ചക്കയിരക്കും ചുക്കിലി വലയും തോരണം പോലെ ഞാന്ന് കിടക്കുന്നു. ഊട്ടുമേശയുടെ പുറത്ത് ബ്ലൗസ് ഊരി കുത്തപ്പനാറ് പോലെ പൊക്കി വെച്ചിരിക്കുന്നു. കട്ടിലിന് കീഴെ സാരി ചുരുട്ടി തിരിക പോലെ മടക്കി വെച്ചിരിക്കുന്നു. എന്തോ വേവിച്ച പാത്രം ടാപ്പിന് കീഴെ കുതിരാനിട്ടിരിക്കുക. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം, ഇനിയും കുതിർന്ന് തീർന്നിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റിയല്ല. എല്ലാ ഗ്ലാസ്സിലും മത്തിയുടെ ഉളുമ്പ്, അയലയുടെ മണം, ഇറച്ചി വെള്ളത്തിൻ്റെ നാറ്റം, ഓക്കാനിച്ചിട്ട് മേല. 2007-ലെയും 2008-ലെയും കലണ്ടർ ഒരു നാണമില്ലാതെ ഭിത്തിയാൽ അതുപോലെ തൂങ്ങിക്കിടക്കുന്നു. ഇതുവരെ മാറ്റിയിട്ടില്ല. ടൈം പീസും ക്ലോക്കും നിര്യാതരായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. ബാറ്ററി മാറ്റിയിട്ടില്ല, കീ കൊടുക്കാൻ പറ്റിയിട്ടുമില്ല. മുറിക്കകത്ത് ചെന്നപ്പോഴത്തേക്ക് ചില പെരയ്ക്കകത്ത് കീറത്തുണി, പീറത്തുണി, കൈക്കില തുണി, കരികില തുണി, പഴന്തുണി ഇതെല്ലാം കിടക്കുക. അച്ഛൻ വീട് വെഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കുടുംബനാഥയ്ക്ക് നാണക്കേട്. അച്ഛൻ കണ്ട മോശമല്ലേ? കുടുംബത്തിൻ്റെ നാഥ റോക്കറ്റ് പോലെ ഓടിയിട്ട് ബെഡ്ഷീറ്റ് ഇത് മൂടി മൂടി പോവുക. എനിക്ക് പൊക്കി പൊക്കി വെഞ്ചരിക്കാൻ പറ്റുമോ? അവസാനത്തെ മുറിച്ച് നോക്കുമ്പം എല്ലാം കൂടെ കൂമ്പാരം കൂട്ടി കട്ടിലയിലിട്ടിട്ട് മൂടിയിരിക്കുന്നു. കണ്ടാൽ കുതിരപ്പുറം പോലെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്നാ പെങ്ങളെ മോട്ടോർ സൈക്കിൾ കട്ടിലേക്ക് കയറ്റി മൂടി വച്ചിരിക്കുകയാണ്? വൃത്തിയും മെനയില്ലാത്ത പെണ്ണുങ്ങൾ. ആണുങ്ങളുണ്ട് കൂടിയ ടൈപ്പ്. ചില ആണുങ്ങൾ എഴുന്നേറ്റ് പോകുന്ന കട്ടിൽ കണ്ടാൽ രാവിലെ ഈശോമിശിയുടെ കല്ലറ പോലെ ലുങ്കി പറിച്ച് കാൽക്കലും പുതപ്പി ഉരുട്ടി തലയ്ക്കലും വെച്ചിട്ടുണ്ട്. പിന്നെ ഭാര്യയുടെ കയ്യിൽ നിന്നും ബെഡ്ക്ക് കാപ്പി എന്ന ബെഡ് കോപ്പിയും മേടിച്ച് കുടിച്ചിട്ട് തൊട്ടടുത്തുള്ള ചായക്കടയിൽ ചെന്ന് ഏതോ അപ്പാപ്പൻ്റെ ഉണക്കസഞ്ചി പിഴിഞ്ഞ പൂളവെള്ളം വാട്ടർ ചായ അത് അടിച്ച് കയറ്റും. പിന്നെ വളിച്ച ദോശ, പുളിച്ച സാമ്പാർ ഇതെല്ലാം കൂടെ അടിച്ച് കയറ്റി ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വെറുതെ സമയം കളയുന്നവരുണ്ട്. അവിടെയാണ് കുടുംബം ഒരു ചന്ത. ചിട്ടയില്ല, ക്രമവുമില്ല. പിന്നെ ചന്തയിലെ സംസാരങ്ങളും വർത്തമാനത്തിലൊക്കെ വരുന്നു. ഒരു കുടുംബത്തിൽ അപ്പൻ എപ്പോഴും പറയുന്ന വാക്ക് അരിശം വന്നാൽ കോപ്പ്, കിഴങ്ങ്, മാട, കോട, വാട, പോട ഈ വാക്കാണ്. അപ്പൻ്റെ 6 വയസ്സുള്ള മോൻ ഇത് കേട്ട് കേട്ട് പഠിച്ചു. അവൻ ഗുണനപ്പട്ടിക പോലെ ഇത് പറഞ്ഞു പഠിച്ചു. കോപ്പയ, കിഴങ്ങ്, മാട, കോട, ഓക്കൻ, മറ്റോൻ, മറിച്ചോൻ, വന്നോൻ ഈ വാക്ക് പറഞ്ഞു പഠിച്ചു. എടവപ്പള്ളി പെരുന്നാൾ വന്നപ്പോൾ അപ്പൻ 100 രൂപ കൊടുത്തിട്ട് നല്ല മുഴുത്ത പ്ലാസ്റ്റിക് തീവണ്ടി ഈ മോന് മേടിച്ചു കൊടുത്തു. ആ തീവണ്ടി കിട്ടിയ പാടെ അവൻ തീവണ്ടി നേരെ നിർത്തി ചൂളം വിളിച്ചു. തീവണ്ടി പോകുന്ന ശബ്ദം കേൾപ്പിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീവണ്ടി കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരി മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പുറപ്പെടുകയാണ്. 1-ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ 2 കിഴങ്ങന്മാരും 2-ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ 3 ഓക്കന്മാരും കയറിയിട്ടുണ്ട്. ഇതാ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. തീവണ്ടി പോകുന്ന ശബ്ദം കേൾപ്പിച്ചു. അപ്പൻ അരിശം വന്ന് ചൊറിഞ്ഞു കയറി.
ഇതാ നമ്മുടെ വണ്ടി ചങ്ങനാശ്ശേരിയിലെത്തി. 2 പൊട്ടന്മാരിറങ്ങിയപ്പം വീണ്ടും 3 കോന്തന്മാർ കയറിയിട്ടുണ്ട്. വണ്ടി കൊല്ലത്തേക്ക് പോവുക. അരിശം വന്ന് അപ്പം തീവണ്ടി എടുത്ത് ഒറ്റയേറ് 5 കഷ്ണമായിട്ട് പൊട്ടിപ്പറഞ്ഞു പോയി. ഇവൻ അരമണിക്കൂർ കുത്തിയിരുന്ന് കരഞ്ഞു. അവസാനം അപ്പൻ്റെ മനസ്സരിഞ്ഞു. അപ്പൻ ചോദിച്ചു, എന്നാത്തിനാടാ കുത്തിയിരുന്ന് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അപ്പനെ തീവണ്ടി എറിഞ്ഞ് കളഞ്ഞില്ല, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞു, അഴുക്ക് വർത്താനം പറയാതിരിക്കുകയാണെങ്കിൽ പരിഹാരമുണ്ട്, മേലിൽ നീ ചീത്തവാക്ക് പറയാതിരുന്നാൽ മതി. അവൻ സമ്മതിച്ചു. അവൻ പറഞ്ഞു, പുതിയ തുറന്ന് മേടിച്ച് തരാമോ? അപ്പം പറഞ്ഞു, പുത്തൻ മേടിക്കാൻ കാശില്ല, ഇത് പെറുക്കി കൊളുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പനിരുന്ന് ഇതെല്ലാം പെറുക്കി എടുത്ത് കൊളുത്തി കൊടുത്തു. അരമണിക്കൂർ കൊണ്ട് വണ്ടി വൃത്തിയാക്കി കൊടുത്തു. ഇനി മേലിൽ അഴുക്ക് വർത്താനം പറയരുത്, ഇല്ലെന്ന് പറഞ്ഞു. അവൻ നേരെ ഇരുന്നു. അപ്പം നോക്കി നിന്നു. അവൻ തീവണ്ടി നിർത്തി, ചൂളം വിളിച്ചു. വണ്ടി നീങ്ങുന്ന സ്വരം കേൾപ്പിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീവണ്ടി ചങ്ങനാശ്ശേരി നിന്നും മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പുറപ്പെടുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു മറ്റവൻ്റെ മോൻ കാരണം ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായിപ്പോയി എന്ന കാര്യം ഖേദപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. എങ്ങനെയാണോ അപ്പൻ അമ്മ ആ ടൈപ്പായിരിക്കും മക്കളെന്ന് പറയുക. നമ്മളെങ്ങനെയാണോ അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ. ഇപ്പോൾ കുടുംബം ഒരു ചന്തയാണ്. 8 എണ്ണം അപ്പോൾ തെറ്റായ കുടുംബങ്ങൾ. ദൈവം വിളിക്കുന്നത് 9, 10 മോഡലിൽ നമ്മുടെ കുടുംബങ്ങളെ പടുത്തുയർത്താനാണ്. 9 കുടുംബം ഒരു വിദ്യാലയം. കുടുംബം ഒരു വിദ്യാലയം. മക്കൾ അവിടുത്തെ കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഗുരുഭൂതർ അപ്പനും അമ്മയുമാണ്. രാവിലെ 7:30 പള്ളി കുർബാനയുണ്ടോ 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ വന്ന് മുട്ടുകുത്തി അപ്പനും അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ മക്കളത് കണ്ടുപിടിക്കും. അവരും കൃത്യസമയത്ത് പള്ളിയിലെത്തും. അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് വേദപുസ്തകം വായിക്കുന്നു. കുഞ്ഞുങ്ങളും അതുപോലെ വായിച്ചു തുടങ്ങും. അപ്പനും അമ്മയും സന്ധ്യാപ്രാർത്ഥന അരമണിക്കൂർ വൃത്തിയായിട്ട് തെളിച്ച് വായിക്കുന്നു. കുഞ്ഞുങ്ങളും അതുപോലെ തെളിച്ച് പ്രാർത്ഥനകൾ ചൊല്ലി തുടങ്ങും. ഈ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലുണ്ടാവുക എന്നുള്ളതാണ്. ആ വീട്ടുകാരെ നോക്കി നാട്ടുകാർ പറയും, ആ അപ്പനെ നോക്കി പഠിക്കുക, അമ്മയെ നോക്കി പഠിക്കുക, ആ പിള്ളേരെ നോക്കി പഠിക്കുക. എല്ലാവരും നോക്കി പഠിക്കുന്ന വീടായി നമ്മുടെ വീട് മാറുമ്പോൾ ആ വീടിനെ വിളിക്കുന്ന വാക്ക് കുടുംബം ഒരു വിദ്യാലയം. 10 കുടുംബം ഒരു ദേവാലയം. അതാണ് ഏറ്റവും വലിയ മാതൃക. നമ്മുടെയൊക്കെ വീടിൻ്റെ വാതിക്കൽ ചെറിയ പടം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. യേശു ഈ കുടുംബത്തിൻ്റെ നാഥൻ. കുടുംബം ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ മോഡൽ നസ്രത്തിലെ തിരുക്കുടുംബമാണ്. നമ്മുടെ ഈ പള്ളിക്കകത്ത് കള്ളുഷാപ്പ് നടത്താൻ, മീൻകട നടത്താൻ നമ്മൾ അനുവദിക്കുകയില്ല. അല്ലെങ്കിൽ ചന്ത പോലെ പള്ളിക്കകത്ത് ഒച്ച വെക്കാൻ നമ്മൾ സമ്മതിക്കുകയില്ല. എങ്കിൽ നമ്മുടെ വീട് ദേവാലയമാണ്. കിടക്കുന്ന മുറി മധുബഹ, ദമ്പതികൾ കിടക്കുന്ന കട്ടിൽ അൾത്താര, താമസിക്കുന്ന വീട് ദേവാലയം. ആ വീട്ടിൽ ഫ്രിഡ്ജിനകത്ത് ബിയർ, അലമാരിക്കകത്ത് ബിസ്കി ബ്രാൻഡി, തലയിന് കീഴെ മഞ്ഞപ്പുസ്തകം, മേശയുടെ ടോയ്ക്കകത്ത് നീല കാസറ്റ്, ഇതൊന്നും നമുക്ക് വെക്കാൻ പറ്റുകയില്ലല്ലോ. ഭക്തിഗാനങ്ങളും ഭക്തി വചസ്സുകളും ശാലോം ചാനൽ പോലുള്ള ചാനലുകളും ക്രൈസ്തവ നമ്മുടേതായ പ്രസിദ്ധീകരണങ്ങളും ഇതിനൊക്കെ ഊന്നൽ കൊടുക്കുമ്പോഴാണ് കുടുംബം ദേവാലയമായിട്ട് മാറുക. അതോടൊപ്പം തന്നെ യോസേപ്പ് പിതാവിനെ പോലെ നീതിമാനായ അപ്പൻ എന്ന് പറഞ്ഞാൽ മക്കൾക്കുള്ളത് മക്കൾക്ക്, ഭാര്യയ്ക്കുള്ളത് ഭാര്യയ്ക്ക്, പ്രായമായ മാതാപിതാക്കൾക്കുള്ളത് മാതാപിതാക്കൾക്ക്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവനാണ് നീതിമാൻ. എന്ത് കേട്ടാൽ ഒരു കുറ്റവും പറയാതെ സകലതും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മറിയത്തെ പോലുള്ള അമ്മ, പരിശുദ്ധ മറിയത്തെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന അമ്മ. അതുകൊണ്ടല്ലേ ഒരിക്കലും ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വളർന്നു വരുന്ന യേശുവിനെ പോലുള്ള മക്കൾ ഒരിക്കലും നസ്രത്തിലെ കുടുംബത്തിൽ വഴക്കുണ്ടായിട്ടില്ലല്ലോ. ഒരിക്കലുമില്ല. വഴക്കുണ്ടാക്കാനാണെങ്കിൽ ഒന്നാമതൊരു അവസരം ഉണ്ടായിരുന്നു. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിന് 12 വയസ്സായപ്പോൾ അവനെ ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. കാരണം യഹൂദ പാരമ്പര്യപ്രകാരം 12 വയസ്സ് വരെ ഗ്രാമത്തിലെ സിനഗോഗിൽ ബൈബിൾ ഭാഗം പഠിപ്പിക്കണം ഒരു യഹൂദ ബാലനെ. 12 വയസ്സാകുമ്പോൾ അവൻ പഠിപ്പിച്ചത് ശരിയാണോ എന്നറിയാൻ വലിയ പണ്ഡിതന്മാരുള്ള ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുചെല്ലും. അങ്ങനെ യേശുവിനെ കൊണ്ടുചെന്നു. അവരെ തോപ്പിച്ചിട്ട് യേശു അവിടെ നിന്ന് പോരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ അറിവിനെ അവർ അത്ഭുതത്തോടെ നോക്കിയെന്നാണ് പറയുക. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് അന്ന് തിരിച്ചു പോരുന്നു എല്ലാവരും ആദ്യം ഇറങ്ങുന്ന ഒറ്റ വഴിക്കാണ്. ഒരു ദിവസം നടന്നു കഴിയുമ്പോഴാണ് പല വഴിയുള്ള ഒരു ദിക്കിലെത്തുക. പോകുമ്പോൾ ഏറ്റവും മുമ്പിൽ ആണുങ്ങൾ, അതിൻ്റെ പുറകിൽ പെണ്ണുങ്ങൾ, അതിൻ്റെ പുറകിൽ ആണുങ്ങൾ, അങ്ങനെ 3 ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് മുട്ടിമുട്ടി പോകും. നിയമപ്രകാരം 12 വയസ്സായി കഴിഞ്ഞാൽ ഒരു ബാലൻ യുവാവാണ്, 12-ൽ എത്തുമ്പോൾ ബാലനാണ്. യുവാവാണെങ്കിൽ ആണുങ്ങളുടെ കൂടെ പോകണം, ബാലനാണെങ്കിൽ പെണ്ണുങ്ങളുടെ കൂടെ പോകണം. മറിയം കരുതി 12 ആയല്ലോ, യൗസേപ്പിൻ്റെ കൂടെ കാണും. യൗസേപ്പ് കരുതി 12-ലല്ലേ ആയുള്ളൂ, അമ്മയുടെ കൂടെ കാണും. അങ്ങനെ കരുതിപ്പോയി. ഒരു ദിവസം നടന്നപ്പോൾ അറിയുന്നത് 2 കൂട്ടത്തിലുമില്ല. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളും ആണുങ്ങളുമാണെങ്കിൽ കുടുംബ വഴക്കിന് ധാരാളം. ഭാര്യ എന്നാ പറയും, ഓക്കൻ കൊച്ചിനെ കൊണ്ടുവൻ എന്നാ ഇളക്കമായിരുന്നു, എവിടെ കൂടെ കളിച്ച് തപ്പിക്കൊണ്ട് പാടൂ, തൻ്റെ അല്ലേ പണി. ആണുങ്ങൾ വിടുമോ? എടി പെറ്റാൻ മാത്രം പോരെ, പോറ്റാനും പഠിക്കണം. കൊച്ചിനെ നോട്ടം അമ്മയുടെ ഡ്യൂട്ടിയാണ്.
നീ പോയി കൊണ്ടുപോവാ, ഒരു വഴക്കുമില്ല. രണ്ടുപേരും സ്നേഹത്തിലും സന്തോഷത്തിലും ദേവാലയത്തിലേക്ക് പോയി മോനെ കണ്ടു, കൊണ്ടുവന്നു എന്നാണ് പറയുക. യോസേപ്പ് പിതാവും മാതാവും കൂടി വഴക്കുണ്ടാക്കിയെന്ന് ഈ ഇടയാണ് നമ്മൾ കാണുന്നത്. അത് ദീപിക, മനോരമ, മംഗളം പത്രങ്ങളിലാണ് വന്നത്. എവിടെ വെച്ചാണ് വഴക്കെന്ന് ചോദിച്ചാൽ പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് അവർ തമ്മിൽ വഴക്കുണ്ടാക്കിയെന്ന് പത്രത്തിൽ വലിയ വാർത്തയായിട്ട് വന്നു. ഇങ്ങനെയാണ് വാർത്ത: സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്കിട്ട് ഇടിച്ചു എന്നാണ് വാർത്ത. അത് വണ്ടിക്കാരുടെ വഴക്കാണ്, അവർ തമ്മിൽ ഒരു വഴക്കുമില്ല. സ്നേഹത്തിലും സന്തോഷത്തിലുമുള്ള മാതൃകാ ദേവാലയമായിരുന്നു നസ്സസിലെ ഭവനമെന്ന. അപ്പം ഒരു കാര്യം ഓർക്കുക, ദൈവം ദമ്പതിമാരെ ചേർത്തെങ്കിൽ എന്താണ് ചേർത്തതിൻ്റെ ലക്ഷ്യം? ചിലരൊക്കെ പറയും മക്കളുണ്ടാകാൻ വേണ്ടിയാണ് കല്യാണം. നിർബന്ധമില്ല. ദൈവം തന്നാൽ തന്നു, ഇല്ലേലില്ല. ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആദത്തിന് മക്കളുണ്ടാകാൻ വേണ്ടി ഹവ്വായെ സൃഷ്ടിച്ചു, ഹവ്വായ്ക്ക് മക്കളുണ്ടാകാൻ വേണ്ടി ആദത്തെ കൊടുത്തെന്നു? ഒരു ബൈബിളിലും പറഞ്ഞിട്ടില്ല. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞത് ചേർന്ന ഇണയും തക്കതായ തുണയുമായിരിക്കുക, സ്നേഹിക്കാനായിട്ട് വളരുക. അതുകൊണ്ടല്ലേ കുടുംബത്തിൽ അപ്പനോട് മക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ എന്നാ പറയും? ഡാഡാ അപ്പനോട് കളിക്കരുത്. അമ്മയോട് പിള്ളേർ പറഞ്ഞാലും അപ്പം പറയും എടി അമ്മയോട് കളിക്കരുത്. കാരണം ചേർന്ന ഇണ അതാണ്. കുടമാളൂരിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 72 വയസ്സുള്ള ചേട്ടൻ 66കാരിയെ കല്യാണം കഴിക്കുന്നു വാർത്ത. ഈ അപൂർവ വിവാഹം കാണാൻ ഞാനും പോയി. ചെന്നപ്പോൾ നവവധുവിന് ഒരു കുഴപ്പമുള്ളൂ. മുൻവശത്ത് മുകൾ നിലയിൽ 5 പല്ലുകളില്ല. ഒരു പാളയം കോടമ്പഴം പൊളിച്ചിട്ട് വെച്ചാൽ നേരെ കയറിപ്പോവും. ആ പരുവത്തിലാണ്. എന്തിനാ 72കാരൻ 66കാരിയെ കെട്ടുന്നത്? നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തിയെന്ന് അച്ചായൻ ചെല്ലുമ്പം ശുദ്വാന മറിയമേ തമ്പുരാൻ്റെ അമ്മയെന്ന് മറുപടി ചെല്ലാൻ ഒരു കൂട്ട്. ചേർന്ന ഇണ, ചേർന്ന ഇണ, അതിനാണ് ദൈവം ചേർത്തിരിക്കുക. അപ്പോൾ ജീവിതത്തിൽ ചേർന്ന ഇണയായിട്ടാണോ കുടുംബബന്ധം പോകുന്നതെന്ന് ഓർക്കുക. ചേർന്ന ഇണ, തക്കതായ തുണ, ഈ 2 വാക്കുകൾ മനസ്സിലൊന്ന് പതിപ്പിക്കണം. ചേർന്ന ഇണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ചേർന്ന ഇണയാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ്. ആ ഒരു ഓർമ്മ വേണം. ഇതിനേക്കാൾ കൂടിയൊന്നും വരാനില്ല, ഇതിനപ്പുറത്തൊന്നുമില്ല, ഇതാണ് എൻ്റെ ചേർന്ന ഇണ. ആ ഒരു ചിന്ത മനസ്സിൽ നമ്മൾ ആഴമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. എല്ലാവിധത്തിലും ചേർന്ന ഇണയല്ലേ? ഓർത്ത് നോക്കിക്കേ, മുൻകോപമുള്ള കെട്ടിയവന് ദൈവം കൊടുക്കുന്നത് ശാന്തശീലമുള്ള ഭാര്യ. വാ പൊളിക്കാൻ പ്രയാസമുള്ളവന് പൊളിച്ച വാ അടയ്ക്കാൻ പ്രയാസമുള്ളവൾ. അന്താരാഷ്ട്ര പിശുക്കന് ഇൻ്റർനാഷണൽ ദൂർത്തടികാരിയെ ദൈവം കൊടുക്കും. പ്രാർത്ഥന ബോറായവന് തുടങ്ങിയാൽ പ്രാർത്ഥന നിർത്താത്തവളെ ദൈവം കൊടുക്കുന്നു. ചേർന്ന ഇണ. 1 കൊരിന്ത്യർ 7:14. ഒരു ഭർത്താവിൻ്റെ കുറവ് ഭാര്യ നികത്തണം, ഒരു ഭാര്യയുടെ കുറവ് ഭർത്താവ് നികത്തണം. അങ്ങനെ നികത്താൻ വേണ്ടി ദൈവം പരസ്പരം ചേർത്തിരിക്കുകയാണ്, ഒരുമിപ്പിച്ചിരിക്കുകയാണ്. ചേർന്ന ഇണ എല്ലാവിധത്തിലും അതെ. ആണുങ്ങളുടെ തലയോട്ടിയെല്ലിന് നല്ല കട്ടി, പെണ്ണുങ്ങളുടെ തലയോട്ടിയെല്ല് പെട്ടെന്ന് കുശിത്ത് പോവും. കാരണം ഇവൻ്റെ തലയോട്ടിയെല്ലിന് കട്ടി കൊടുക്കാൻ കാരണം അവൻ ചുമന്നാലും ഭാര്യയും മക്കളെയും പോറ്റണം. തന്നെയുമല്ല വെളുപ്പിനെ 6 മണിക്ക് ഭാര്യ കഷ്ടപ്പെട്ട് ചട്ടുകം കൊണ്ട് ദോശ തിരിച്ചിട്ട് മറിച്ചിട്ട് ചുടുമ്പം ഇവൻ ചൊറിഞ്ഞ വർത്താനവും പറഞ്ഞുകൊണ്ട് ചെല്ലും. അരിശം വരുന്ന ഭാര്യ ചട്ടുകത്തിനെ കണ കൊണ്ടൊരു കൊട്ടു കൊടുത്താലും എല്ല് പൊട്ടരുത്. അത്രയ്ക്കും കട്ടിയുള്ള തലയോട്ടി എല്ല് ദൈവം കൊടുത്തിരിക്കുന്നു. ഇനി ആണുങ്ങളുടെ ശരീരം മരം കയറാൻ പറ്റിയ പരുവത്തിൽ, പെണ്ണുങ്ങളുടെ ശരീരം മരം കയറാൻ പറ്റിയ പരുവത്തിലല്ല. ഈ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും തൊലിക്കട്ടി കൂടുതൽ ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്ക് തൊലിക്കട്ടി കുറവ്. പെണ്ണുങ്ങൾക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്താൽ മോഡേൺ ബ്രെഡിലോ ബണ്ണയിലോ പിടിച്ച പോലെ തളതള പഴപഴ പരുവത്തിൽ റൊട്ടിക്ക് കുഴച്ചുള്ള മാവ് പോലെ ഇരിക്കും, വലിയ കട്ടിയില്ല. പക്ഷേ ആണുങ്ങൾക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്താൽ കമ്പിപ്പാരയിലോ കാപ്പിക്കമ്പയിലോ പിടിച്ച പോലെ പറപറ പാറപ്പുറം പോലെ നല്ല കട്ടി. അതുകൊണ്ട് വീട്ടിലെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അപ്പനെടുത്താൽ കൊച്ച് പൂർവാധീന ശക്തിയോടെ കാറാൻ തുടങ്ങും. ഏതോ മയിൽക്കുറ്റിയെ മുട്ടിയതുപോലെ, സർവേക്കല്ലെ തട്ടിയതുപോലെ വല്ലാത്ത കട്ടി. അമ്മ എടുക്കുമ്പോഴേ കൊച്ച് കരച്ചിൽ നിർത്തും. ഡ്യൂറോഫ്ലക്സ് ഡള്ളപ്പ് മത്തിക്കട്ട് മുട്ടിയ പോലെ ഒരു നല്ല മയം. ഇനി മനക്കെട്ടി ആർക്കാ കൂടുതൽ? ആണുങ്ങൾക്ക്. രാത്രി 11 മണിക്ക് വീടിൻ്റെ പുറത്ത് അനക്കം കേട്ടാൽ ടോർച്ചും ചൂരലുമായിട്ട് ഭർത്താവ് ഇറങ്ങും. ഭാര്യ വട്ടം കെട്ടിപ്പിടിക്കും. പൊന്നുമനുഷ്യ പോകല്ലേ, പാമ്പാണേ ചാമ്പാണേ കൂമ്പാണേ പോയേക്കരുത്. ഇവക്ക് പേടി കൂടുതൽ. പ്രാർത്ഥന ആണുങ്ങൾക്ക് ബോറ്, പെണ്ണുങ്ങൾക്ക് പരമസന്തോഷം. സിറ്റിക്ക് പോയി രാത്രി 8:30 വരുന്ന ഭർത്താവ് ആദ്യം ചോദിക്കുന്ന ചോദ്യം, കുരിശ് വര കഴിഞ്ഞോടി? ഇല്ലെങ്കിൽ കക്ഷി ഒന്നുകൂടെ ടൗണിൽ പോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അതേസമയത്ത് ഭാര്യയാണേലോ ഈ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ കൊന്തയുടെ 5-ാം രഹസ്യം കണ്ടുപിടിച്ചെങ്കിൽ അതും കൂടെ ചെല്ലായിരുന്നു. ഈ പോപ്പ് എന്നാണോ ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത്? അപ്പം ഇവളെ സംബന്ധിച്ച് ഈ പ്രാർത്ഥന പരമസന്തോഷം. സഹനശക്തി ആർക്കാ കൂടുതൽ? പെണ്ണുങ്ങൾക്ക്. തലവേദന വന്നോ ആണുങ്ങൾക്ക് ലോകമഹായുദ്ധം, വയറ്റുവേദന വന്നോ സുനാമി,
നെഞ്ചുവേദന വന്നോ ഭൂമി ഉലുക്കം. ഭാര്യയും മക്കളും അവനെ തന്നെ നോക്കിക്കണം. അതേസമയത്ത് അമ്മച്ചിമാരെ കണ്ടിട്ടുണ്ട്, കുടലിൽ പഴുപ്പ എന്നാലും പറയും ഉലുവാവെള്ളം കുടിച്ചാൽ അറിയായിരുന്നു മൂളൽ ഒന്ന് മാറി കിട്ടുമെന്ന്. തലയ്ക്കകത്ത് മുഴുവൻ നൊമ്പരം എന്നാലും പറയും മല്ലികാപ്പ് കുടിച്ചാൽ അറിയായിരുന്നു തലവേദന ഒന്ന് മാറുമോ. എത്ര സഹിച്ചാലും സ്ത്രീകൾ അങ്ങ് സഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കേരളത്തിൽ 70 പെണ്ണുങ്ങൾ ഭർത്താവില്ലാതെ ജീവിക്കുന്നു. അറ്റാക്ക് വന്ന അകാല മൃത്യു ആണുങ്ങൾക്കാണ്, സഹനശക്തി കുറവ്. പെണ്ണുങ്ങൾക്ക് സഹനശക്തി കൂടുതൽ. അതുകൊണ്ട് ദൈവമായ കർത്താവ് പ്രസവിക്കുവാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ. ഒറ്റ പ്രസവം ലോകാവസാനം, ഇനി പരിപാടിക്ക് ഇല്ലേ ഇല്ല. ദൈവം മനസ്സിലാക്കിയാണ് കൊടുത്തിരിക്കുക. ചേർന്ന ഇണ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ജീവിതാന്തസ്സിൽ കയറിയിട്ട് മറ്റൊരു ജീവിതാന്തസ്സിനെ കുറിച്ച് ഒരിക്കലും ഓർക്കരുത്. അതാണ് ചേർന്ന ഇണ. ഒരു ജീവിതാന്തസ്സിൽ പ്രവേശിച്ചിട്ട് മറ്റൊരു ജീവിതാന്തസ്സിനെ കുറിച്ച് ഓർത്തേക്കരുത്. ഞാനിങ്ങനെ നിൽക്കുക, പൈകക്കവല, പാലായിക്കും പോകണം, കാഞ്ഞിരപ്പള്ളിക്കും പോകണം. ആദ്യ വണ്ടി എങ്ങോട്ട് കിട്ടുമോ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുമ്പം പാലാ വണ്ടി വന്നു. അതേ KMS കയറി ഇരുന്നിട്ട് അപ്പം മുതൽ ഓർക്കുക, ശോ അങ്ങോട്ട് പോയിരുന്ന വണ്ടിയെ കയറിയിരുന്നെങ്കിൽ എനിക്ക് ഏതെല്ലാം സ്ഥലം കാണാമായിരുന്നു. കുരാലി, എളങ്ങളം, പൊൻകുന്നം, കുന്നുംഭാഗം, കാഞ്ഞിരപ്പള്ളി, കുരിശ്, പാലം ഒക്കെ കാണാവുന്ന പാലാവണ്ടിയെ കയറിയിട്ട് ഓർത്തേക്കരുത്. പാലാവണ്ടിയെ കയറി ഇരിക്കും മുതൽ ആസ്വദിക്കുക. പൈകക്കവല, പൂവരണി, മീനിച്ചിൽ ജംഗ്ഷൻ, അങ്ങനെ ആസ്വദിച്ച് പോകാൻ പഠിക്കണം. ഞാൻ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് വർഷം 17 ആകുന്നു. ഈ വണ്ടിയിൽ ഇരുന്നൂടെ എപ്പോഴും ഓർക്കുക, ശോ കല്യാണത്തിൻ്റെ വണ്ടിയായിരുന്നു കുറേ കൂടെ മെച്ചം. തുണി അലക്കണ്ടായിരുന്നു, സോപ്പ് പതയ്ക്കണ്ടായിരുന്നു, കാപ്പി അനത്തുണ്ടായിരുന്നു, പഞ്ചാര ഇളക്കണ്ടായിരുന്നു, കാപ്പിപ്പൊടി തപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഓർത്തേക്കരുത്. ഈ വണ്ടിയിലിരുന്ന് ആസ്വദിക്കണം. എങ്ങനെ സംസാരിപ്പിക്കാം, എങ്ങനെ കുർബാന ചെല്ലാം, എങ്ങനെ കൂദാശകൾ പരികർമ്മം ചെയ്യാം, ഏതെല്ലാം വിധത്തിൽ ഇത് ഭംഗിയാക്കാം. എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമേ എന്നോർത്ത് ഞാൻ നീറിയിരിക്കുമ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 3 മക്കളുടെ അപ്പൻ എന്നെ വിളിച്ച് ചോദിക്കുക, പൊന്നു ജോസഫച്ച, അപ്പനായവരെ അച്ഛനാക്കുന്ന സഭ വല്ലതും ഉണ്ടോ? അവൻ്റെ വണ്ടി മടുത്തു. ഏതോ ഒരു വണ്ടിയാണോ അവിടെ തൃപ്തിയോടെ ഇരിക്കുക. ഒരിക്കൽ ഞാനിങ്ങനെ ധ്യാനിപ്പിച്ചപ്പോൾ ചേട്ടൻ ചോദിച്ചു, അച്ഛാ അച്ഛനായി കഴിഞ്ഞ അച്ഛന് എന്നേലും പെണ്ണ് കെട്ടണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ അച്ചായ ഉള്ള സത്യം പറയാം, ഒരിക്കൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാന്ന് ചോദിച്ചു. തുണി അലക്കി എൻ്റെ വലതുകൈയുടെ ഓരം പറഞ്ഞു പോയപ്പോൾ ഞാൻ ഓർത്തു, ഒരു പെണ്ണ് കെട്ടിയായിരുന്നെങ്കിൽ അലക്കി കിട്ടിയനല്ലോ എന്ന് ഞാൻ ഒരിക്കൽ ഓർത്ത് പോയിട്ടുണ്ട്. ഉടനെ ചേട്ടൻ പറഞ്ഞു, എൻ്റെ പൊന്നു ജോസഫ് അച്ഛാ അങ്ങനെയാണത് ഒരിക്കലും ഓർക്കണ്ട. കാരണം എൻ്റെ ഭാര്യയുടെ സകലമാന തുണിയും അവൾ എന്നെക്കൊണ്ട് അച്ഛ അലക്കിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പം ചേർന്ന ഇണ ആയിരിക്കുന്ന അവസ്ഥയിൽ ചേർന്ന ഇണയായിരിക്കുക. ചേർന്ന ഇണയെന്ന് പറയുന്നയാൾ ഒപ്പം തക്കതായ തുണയും. ചേർന്ന ഇണയും തക്കതായ തുണയും. എന്താ തക്കതായ തുണ? ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറാൻ പഠിക്കുന്നതാണ് തക്കതായ തുണ. കല്യാണം കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിയുമ്പം ഒരു ഭാര്യ മനസ്സിലാക്കണം, ഭർത്താവിന് ഏത് ഭക്ഷണം ഇഷ്ടം, ഞാനെങ്ങനെ തുണി ഉടുത്താലിഷ്ടം, ഞാനെങ്ങനെ സംസാരിച്ചാലിഷ്ടം. ഭർത്താവ് മനസ്സിലാക്കണം, എൻ്റെ ഭാര്യയ്ക്ക് ഏത് ഭക്ഷണം ഇഷ്ടം, ഏത് വേഷവിധാനം ഇഷ്ടം, എൻ്റെ ഏത് പെരുമാറ്റം ഇഷ്ടം. അത് ഭർത്താവ് മനസ്സിലാക്കിയിരിക്കണം. ഭർത്താവിൻ്റെ പേര് ടോം. ടോം എന്ന് വിളിച്ചാൽ അവന് ചൊറിഞ്ഞു കയറും. ടോം കുട്ട എന്ന് വിളിക്കാമെങ്കിൽ ഇക്കിളി എടുക്കും. അങ്ങനെയെങ്കിൽ മിടുക്കിയ ഭാര്യ ഭർത്താവിനെ ടോം കുട്ട എന്ന് തന്നെ വിളിക്കണം. വെറുതെ അരിശപ്പെട്ട് അലറിക്കൊണ്ട് കുട്ടാ എന്ന് വിളിച്ചാൽ പന്നിക്കുട്ടനെ വിളിക്കുന്നവരിക്കും. പേര് കൂട്ടി വിളിക്കുമ്പം തക്കതായ തുണ. ഭർത്താവിന് ഏത് ഭക്ഷണമാണോ ഇഷ്ടം ആ ഭക്ഷണം വേണം ഒരുക്കി കൊടുക്കാൻ. ഒരിക്കലും ഭർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ച് കമൻറ്റ് പറയരുത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് അവന് കേൾക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് മിണ്ടിയേക്കരുത്. എൻ്റെ ഭർത്താവിൻ്റെ ഒരു കണ്ണ് അല്പം അടഞ്ഞ കണ്ണ്, കോങ്കണ്ണ്, അത് കേട്ടാൽ അവൻ അരിശമാണ്. പക്ഷെ ഇവിടെ അരിശം വരുമ്പം വജ്രായുധം പോലെ അവനെ വിളിക്കുന്ന വാക്ക് കൊച്ചരക്കണ്ണ, കോങ്കണ്ണ, കൊച്ചരക്കണ്ണ. ഇത് കൂടി വാക്കുകൾ ഒരിക്കലും വിളിച്ചേക്കരുത്. ഭർത്താവ് ഒന്നാന്തരം ഒരു നീല പാൻസ് ഇട്ടു, ആ കൂട്ടത്തിൽ ഒരു ചുമന്ന ഷർട്ട് വിട്ടു. നീല പാൻസും ചുമന്ന ഷർട്ട് വിട്ട് ഭർത്താവ് ഭാര്യയുടെ അടുക്ക വന്ന് കഴുത്തിൽ ഒരു മഫ്ലറും ചുറ്റി. എങ്ങനെയുണ്ടീ എന്നെ കണ്ടാൽ? അവനോർത്ത് ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന കണ്ട പടവിള് പറയാ, ഈ എടാ കേമമായിരിക്കുന്നു, റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഉണ്ടല്ലോ, പിന്നെ അവനെ സഹിക്കുമോ? അവൻ പറയും, അല്ലെങ്കിൽ സത്യമാടി 20 വർഷമായിട്ട് ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ എന്നോട് തന്നെ ഇത് പറയണം? ആവശ്യമില്ലാത്ത വാക്കുകളല്ലേ പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങളായിട്ട് മാറുക. അപ്പോൾ തക്കതായ തുണയെന്ന് പറഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞുള്ള സംസാര ശൈലി. അതുപോലെ ഭാര്യയുടെ പേര് മറിയെന്ന് കേട്ടാൽ അവർക്ക് ചൊറിയും. മറിയാമെന്ന് വിളിച്ചാൽ സന്തോഷം. എങ്ങനെ ആ പേര് മാത്രമേ വിളിക്കാവൂ. ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പരിപ്പ് വട, പാളയംകോടൻ പഴം.
വിവാഹ വാർഷികത്തിൽ ജന്മദിനത്തിൽ 5-6 വടയും പഴവും കൂരെ ഒരു കടലാസിൽ പോഞ്ഞിട്ട് മോളേമ മറിയാമേ കടിക്കടി വടാ പഴം പൊതി എന്നും പറഞ്ഞ് കൊടുക്കുന്നയാൾ തക്കതായ തുണ. ഇനി ഭാര്യയുടെ ശരീരത്തെക്കുറിച്ച് കമൻ്റ് ഒന്നും പറഞ്ഞേക്കൽ. എത്ര ഭംഗി ചോർന്നു പോയാലും പറയണം, എൻ്റെ എടി പ്രിയങ്ക ചോപ്ര കഴിഞ്ഞ പിന്നെ അടുത്ത ചോപ്ര നിന്നെ കിട്ടിയതിൻ്റെ മഹാഭാഗ്യം. ഭാര്യ എന്തേലും ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ ഭർത്താവ് നല്ല വാക്ക് പറയാൻ പഠിക്കണം. ഭാര്യ ഒന്നാന്തരം കണ്ണിമാങ്ങ അച്ചാറിട്ടു ഒരു ചില്ല് ഭരണിക്കകത്ത് ഒരു മുടുത്ത സ്പൂൺ ഇട്ട് കൊടുത്തു, കഴിക്കുക ചേട്ടാന്ന് പറഞ്ഞു. എന്നതാടിയത്? കണ്ണിമാങ്ങ അച്ചാർ. കോരി ഒഴിച്ചു, മാങ്ങ കടിച്ചു, അരപ്പൊന്ന് നക്കി. കണ്ണിമാങ്ങ, ഇതാണോ കണ്ണിമാങ്ങ? വേണ്ട, ആട്ടും കാഷ്ടം അരപ്പി വീണത് പോലെ ഉണ്ടല്ലോ ഓടി. കണ്ണിമാങ്ങ അച്ചാർ. അച്ചാറെന്ന് പറഞ്ഞാൽ അയൽവക്കത്തെ അച്ചാമ്മയുടെ അച്ചാർ, അതാണ് അച്ചാർ. ഇതന്നെ അച്ചാറ്. ഇത്രയും പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ സഹിക്കുകയില്ല. പിറ്റേ ഞായറാഴ്ച ഒന്നാന്തരം പോത്തിറച്ചി ഒലത്തി നികന്ന പാത്രത്തിൽ നികത്തി വിളമ്പിൽ കൊണ്ട് കൊടുത്തിട്ട് പറയും, ദേ ഞാൻ ഒലത്തിയ പോത്തിറച്ചിയാകട്ടോ, അച്ചാമ്മയുടെ ഒലത്തുപോലെ ഒത്തൊന്നറിയത്തില്ല, വേണേൽ കയറ്റിയേച്ച് പോകാൻ പറയും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ ജീവിതത്തിൽ തക്കതായ തുണ. തക്കതായ തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ചില സ്നേഹങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അപ്പനെ പോലെ വഴക്ക് പറയണം, തിരുത്തണം. അപ്പനെ പോലെ എല്ലാം കരുതി കൊടുക്കണം. ആങ്ങളെയെപ്പോലെ അവളെ സംരക്ഷിക്കണം. കാമുകനെപ്പോലെ അവളെ സന്തോഷിപ്പിക്കണം. ഭർത്താവിനെ പോലെ ദേഹം മാന്യമായിട്ട് പങ്കുവെക്കണം. ഒരു മോനെ പോലെ വെറുതെ കിടന്ന് വിളയണം. ഇത്രയും കൊടുക്കുമ്പോഴാണ് തക്കതായ തുണ. ഒരു സ്ത്രീയോ അമ്മയെപ്പോലെ എല്ലാം ഒരുക്കണം, ഭർത്താവിനെ തിരുത്തണം, കരുതൽ കൊടുക്കണം. ഒരു പെങ്ങളെപ്പോലെ ഭർത്താവിനെ ഓർത്ത് അഭിമാനിക്കണം. ഒരു കാമുകിയെപ്പോലെ ഭർത്താവിനെ സന്തോഷിപ്പിക്കണം. ഒരു ഭാര്യയെപ്പോലെ മടിയില്ലാതെ ദേഹം ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം പങ്കുവെക്കണം. ഒരു മോളെപ്പോലെ കളിതമാശയും പിള്ളകളിയും നടത്തണം. ഇത്രയൊക്കെ നടത്തുമ്പോഴാണ് തക്കതായ തുണയായിട്ട് മാറുക. ചിലപ്പോഴൊക്കെ ചില സ്ത്രീകളും മറ്റും പറയും, ഓ നമുക്ക് കളിതമാശൊന്നും വേണ്ട, വയസ്സ് 70 ആയില്ലേ, കരണ്ട് പോയ മോർച്ചറിയിലെ 3-ാം ദിവസ പ്രേതം പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, ചിരിക്കുകയും വേണ്ട, കളിക്കുകയും വേണ്ട, വിളയുകയും വേണ്ട. അതൊക്കെയാണ് വിവരം കേട്ട ദാമ്പത്യം എന്ന് പറയുക. അബദ്ധങ്ങളാണ്. അതുപോലെ ചില ഭർത്താക്കന്മാരുണ്ട്, കെട്ടിയവനാ പക്ഷേ ഭർത്താവായിട്ടില്ല. പകൽ മുഴുവൻ പൂരപ്പാട്ട്, രാത്രി മുഴുവൻ പുന്നാരിപ്പ്. പകൽ കുറ്റം പറച്ചില്ല, നിൻ്റെ അപ്പൻ ഓക്കൻ, നിൻ്റെ ആങ്ങള വട്ട്, നിൻ്റെ അനീതിക്ക് പിച്ച്, കുടുംബം മൊത്തം ഊളന്മാർ, ഇങ്ങനെ പറയും. രാത്രി 10:30 പൊന്നേ തേനെ പാലേ വയമ്പേ കൂടെ കിടക്കാൻ കൂടെ വാടി. അത് കെട്ടിയവനാ പക്ഷേ ഭർത്താവായിട്ടില്ല. ബ്ലൂ ഫിലിം കാണാൻ നിർബന്ധിക്കുക, ഭാര്യയ്ക്ക് അറപ്പുള്ള വിധത്തിൽ ശാരീരിക ബന്ധത്തിന് പ്രേരിപ്പിക്കുക. ഇതൊക്കെ മാന്യതയുള്ളൊരു ഭർത്താവിൻ്റെ ശൈലിയല്ല. ഇനി ഒരു സ്ത്രീ കല്യാണം കഴിച്ചാലും അവളെ ഇഷ്ടം പോലെ ദേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ. ചില സ്ത്രീകളും മറ്റുമുണ്ട്, അവർ പറയും, എൻ്റെ അച്ഛ എനിക്ക് 60 വയസ്സ്, കെട്ടിയവന് 62 വയസ്സ്. ഓ എൻ്റെ അച്ഛ 62 വയസ്സായെന്ന് പറയും. ഇപ്പോഴും ഒരു തരി കുണാമണ ഇടപാടാച്ചാന്ന് പറയും. അല്ല, സ്ത്രീകളുടെ ഓർമ്മ 10-60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ദാമ്പത്യ ബന്ധങ്ങൾ പാടില്ലെന്ന്. നിങ്ങളൊരു കാര്യം ഓർത്തോണം, സഹോദരിമാർ ഓർത്തിരിക്കുക. ആണുങ്ങളെ സംബന്ധിച്ച് ശാരീരിക ജഡിക ലൈംഗിക വികാരങ്ങൾ എത്ര വയസ്സ് വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ആ കണക്ക്. ഈ വികാരം ആണുങ്ങളെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞ് ഒരു 5 മിനിറ്റൂടെ കാണും. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും. വേറെ ചില പെണ്ണുങ്ങളുണ്ട്, അവർ പറയും, തിങ്കളാഴ്ച സകല പുണ്യാളന്മാരുടെ ദിവസം, ചൊവ്വാഴ്ച അന്തോണിസ് പുണ്യാളൻ്റെ, ബുധനാഴ്ച യോസേപ്പ് പിതാവിൻ്റെ, വ്യാഴാഴ്ച കാവൽമാലാഖയുടെ, വെള്ളിയാഴ്ച ചള്ളു ദിവസം, ശനിയാഴ്ച കന്യാമറിയത്തിൻ്റെ ദിവസം, ഞായറാഴ്ച അവധി ദിവസം. പിന്നെ ഭർത്താവിനുള്ള ദിവസം ഏത് ദിവസമാണ്? ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെയൊക്കെ നിങ്ങൾ തുടങ്ങിയാൽ ആണുങ്ങൾ 100-150 രൂപയായിട്ട് ഈ ദിവസം നോക്കാത്ത പെണ്ണുങ്ങളെ തപ്പിപ്പോകുമെന്ന് പറഞ്ഞു. ഇത് കേട്ട പാടൊരു ചേട്ടൻ ചാടി എഴുന്നേറ്റ് പറയുക, അച്ഛൻ ഇത് കാട്ടിൽ നിന്നാണ് വരുന്നത്. എന്നാ ചേട്ടാന്ന് ചോദിച്ചു. പണ്ട് അച്ഛാ 150, ഇപ്പം 300 പറഞ്ഞു. ചേട്ടന് കാണാൻ പാടുക. അപ്പോൾ തക്കതായ തുണയായിട്ട് മാറുക കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ ബന്ധങ്ങളിൽ എന്നാണ് പറയുക. ചേർന്ന ഇണ തക്കതായ തുണ. അപ്പം അങ്ങനെയുള്ള ഈ ജീവിതക്രമത്തിന് നമ്മൾ കാണുന്നു, ഇത് വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് വാ അല്ലെങ്കിൽ വി എന്ന വാക്കാണ്. വിവാഹം. വിവാഹം എത്ര കളിതാമാശമുള്ള ആളാണേലും കല്യാണം കഴിയുമ്പോൾ അവന് ഗൗരവമാവും. എത്ര വിളയുന്ന പെണ്ണാണേലും കല്യാണം കഴിയുമ്പോൾ അവൾക്ക് പക്വതയാവും. ഒരു അമ്മ പെൺകുട്ടിയോട് പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞ ചെറുക്കനെ ഞാൻ കെട്ടുന്ന പ്രശ്നമില്ല. അമ്മ ചോദിച്ചാൽ അതിനടി, ഓ അവൻ പറയുന്നത് സ്വർഗവും ഇല്ല നരകവും ഇല്ല, എന്നാ തെറ്റ് വേണമെങ്കിലും ചെയ്യാം, പരിക്ക് പറ്റാതിരുന്നാൽ മതിയെന്ന്.
അമ്മ പറഞ്ഞു, പൊന്നു മോളെ, നീ ധൈര്യമായിട്ട് അവനെ തന്നെ കെട്ടിക്കൂ. നിന്നെ കെട്ടി 3 ആഴ്ച കഴിയുമ്പോൾ നരകമുണ്ടെന്ന് അവൻ ഉറപ്പായിക്കോളും, പറയാതെ സ്വർഗമുണ്ടെന്നും അവൻ വിശ്വസിച്ചോളും. വിശേഷമായ വിധത്തിൽ വഹിക്കേണ്ടതാണ്. അങ്ങനെയാണ് വിവാഹമെങ്കിൽ 5 വീകളിൽ വിവാഹത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. 5 വീകൾ എന്തെല്ലാമോ? 1, വിവേകം. വിവാഹത്തിൻ്റെ വിജയത്തിന് ഒന്നാമത്തെ അടിത്തറയാണ് വിവേകം. വിവേകമില്ലാത്ത വാക്കുകൾ ഒരിക്കലും പറയരുത്. ഭർത്താവിനോട് പറയുക, താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ചാകത്തേ ഉള്ളൂ, ഇടിവെട്ടത്തേ ഉള്ളൂ, ഓർത്തോണം കേട്ടോ. അവൻ, നീ ചത്താൽ മതിയായിരുന്നു, എനിക്ക് വേറെ പെണ്ണിനെ കെട്ടാമായിരുന്നു. മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഒരിക്കലും പറയരുത്. വിവേകം വേണം. ചിലപ്പോഴൊക്കെ സംസാരത്തിലെ അപാകതകൾ കുടുംബത്തെ തകർക്കുന്നത് സംസാരത്തിലെ അപാകതകളാണ്, നമുക്കറിയാം. ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നതല്ലേ. ഭർത്താവും ഭാര്യയും കൂടെ ഒരു 3 ആഴ്ച പിണങ്ങിയിരുന്നു. ഞായറാഴ്ച അവൾ പള്ളിയിൽ പോകാൻ നേരത്ത് ഭർത്താവ് പുറത്തൊന്ന് ഇണങ്ങിക്കളയാം, ഒന്ന് മിണ്ടിക്കളയാം. ഭർത്താവ് ചോദിച്ചു, നീ പള്ളിയിൽ പോവാനോടി, അല്ല നരകത്തിൽ പോവാം, താൻ കൂട്ടത്തിൽ പോരുന്നെന്ന് ചോദിച്ചു. തീർന്നില്ലേ? ഉടനെ അവൻ്റെ മട്ട് മാറി, എടി എനിക്ക് വളരെ തിരക്കാ, സമയമില്ല, അവിടെ ചെല്ലുമ്പോൾ നീ നിൻ്റെ അപ്പനോട് അന്വേഷണം പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ബന്ധങ്ങൾ തകരുക. വിവേകമില്ലാത്ത സംസാരം. ഒരു ഭർത്താവും ഭാര്യയും 3 ആഴ്ച പിണങ്ങിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ഇണങ്ങാൻ തീരുമാനിച്ചു. എങ്ങനെ ഇണങ്ങും? ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം രണ്ടുപേരും തീരുമാനിച്ചു. അവർ ഹോട്ടലിൽ ചെന്നപ്പോൾ 10-25 ഭാര്യാഭർത്താക്കന്മാർ ഇണങ്ങാൻ വേണ്ടി അതേ ഹോട്ടലിൽ അന്ന് തന്നെ വന്നിട്ടുണ്ട്. മേശപ്പുറത്ത് പൊറോട്ട, ചപ്പാത്തി, നാന്, പൂരി മസാല, അപ്പം ഇതൊക്കെ ഇരിക്കുന്നു. കൂട്ടത്തിൽ ലിവർ ഫ്രൈ, ബീഫ് ഫ്രൈ, ഫിഷ് മോളി, അതുപോലെ തന്നെ മുട്ട പൊരിച്ച് വെച്ചത്, സ്വീറ്റ്സ്, ഇതെല്ലാം ഇരിപ്പുണ്ട്. ഒന്നാമത്തെ ഭർത്താവ് ഇണങ്ങാൻ വേണ്ടി അവൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ സ്വീറ്റി കുറേ സ്വീറ്റ്സ് എടുത്തു തരാമോ? അവൾ മധുരം എടുത്തു കൊടുത്തു. അതോടെ അവരങ്ങിണങ്ങി. രണ്ടാമത്തം പറഞ്ഞു, എൻ്റെ കരളെ ആ ലിവർ ഫ്രൈ ഒന്ന് എടുത്തു തരാമോ? അവൾ കരൾ വറുത്ത് എടുത്തു കൊടുത്തു. അവൾ ഇണങ്ങി. അപ്പം മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു, മനുഷ്യ ഇതുപോലെ വല്ല എന്നോടും ഒന്ന് പറ, ഞാനും ഒന്ന് ഇണങ്ങട്ടെ. ഉടനെ അവൻ പറയുക, എൻ്റെ പോത്തെ ആ ബീഫ് ഒന്ന് എടുത്തു തരാമോ? ഇതോടെ പ്രശ്നമായി. അപ്പം വിവേകമില്ലാത്ത സംസാരങ്ങളാണ് പലപ്പോഴും കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നത്. വിവേകമില്ലാത്ത സംസാരം. അപ്പം നമ്മുടെ സംസാരം ശ്രദ്ധിക്കുക, വിവേകമുള്ളവരായിട്ട് മാറുക. 2, വിജ്ഞാനം. എന്താണ് വിജ്ഞാനം? ഒരു ഭർത്താവിനെക്കുറിച്ച് ഭാര്യ ശരിക്കും പഠിക്കണം. ഇന്ന സാഹചര്യത്തിൽ ഇവനോട് മിണ്ടിയാൽ അവൻ എങ്ങനെ പ്രതികരിക്കും? എൻ്റെ ഭാര്യയോട് ഈ സമയത്ത് സംസാരിച്ചാൽ അവളുടെ പ്രതികരണം എന്താ? പഠിക്കണം. ഭാര്യയുടെ പ്രത്യേകത ഭർത്താവ് പഠിക്കണം, ഭർത്താവിൻ്റെ പ്രത്യേകത ഭാര്യ പഠിക്കണം. സ്ത്രീകൾ ഓർത്തോണം, ചില സമയത്ത് ആണുങ്ങളെ പിശാച് ഈമ്പി വലിച്ച സമയമുണ്ട്. ആ സമയത്ത് മിണ്ടാൻ പോയേക്കരുത്. കുളിച്ച് തണുത്ത് മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമേ ഭർത്താവിനോട് സംസാരിക്കാവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഓർക്കാത്ത മറുപടി കിട്ടിയെന്നിരിക്കും. അതുപോലെ ഭർത്താവ് ഓർത്തോണം, ഭാര്യ കൊച്ചു കൊച്ചു കാര്യം വന്ന് എന്നോട് പറയുമ്പം അവൾക്ക് എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ കേട്ടില്ല, പിന്നെ ആര് കേൾക്കും? ഭാര്യയെ. അയൽവക്കത്തെ ചേട്ടൻ വോളണ്ടിയറായിട്ട് നാളെ മുതൽ കേൾക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? കൊലപാതകം നടക്കുകയല്ലേ. ഞാനെന്ന ഭർത്താവ് അവളെ കേൾക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു ഭാര്യയോ സമയവും തക്കവും നോക്കി വേണം ഭർത്താവിനോട് സംസാരിക്കാൻ. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെന്ന് പറയരുത്. ഒരു ഭാര്യ നീലസാരി ഉടുത്തോണ്ട് ഇതിന് പറയാം, ചേട്ടാ ഇതിന് ചേർന്ന് 50 പൈസയുടെ 5 നീല പൊട്ട് മേടിച്ചു കൊണ്ട് തരാമോ? പറഞ്ഞു, പീറ പൊട്ട്, പൈസ കൂടി കാര്യം പോലെ എന്നോട് പറയടി, ഇത് നിനക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അവൾ മിടിക്കുക. പിറ്റേ ദിവസം അവൾ കുളിച്ച് തോർത്തി ഒരു മഞ്ഞപ്പൊട്ടും കുത്തിക്കൊണ്ട് വന്നു. ചേട്ടാ ഇതിന് ചേർന്ന 5000 രൂപയുടെ ഒരു മഞ്ഞസാരി മേടിച്ച് തരാമോ? ഇപ്പം സംസാരത്തിൽ നോക്കിയും കണ്ടും വർത്താനം പറയാൻ പഠിക്കണമെന്നാണ് പറയാം. ഭർത്താവിനെ ഭാര്യ അറിയണം, ഭാര്യയെ ഭർത്താവ് അറിയണം. വിവേകം അല്ലെങ്കിൽ വിവേകം. 2, വിജ്ഞാനം. 3, വിശുദ്ധി. എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയ്ക്കപ്പുറത്ത് മറ്റൊരാളെക്കുറിച്ച് കരുതാതിരിക്കുക, സ്വന്തം ഭർത്താവിനപ്പുറത്ത് മറ്റൊരാളെക്കുറിച്ച് കരുതാതിരിക്കുക. ഇത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണെന്ന് ഓർക്കുക. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ആരെ ദൈവം തന്നോ തന്ന ആളെക്കുറിച്ച് സമ്പൂർണ്ണ തൃപ്തി, അതിനപ്പുറത്തേക്ക് ചിന്തയേയില്ല. വിശുദ്ധി. 4, വിധേയത്വം. എന്താണ് വിധേയത്വം? ചില കാര്യങ്ങളിൽ ഭർത്താവ് ഭാര്യയ്ക്ക് അങ്ങ് വഴങ്ങി കൊടുക്കണം. ചിലപ്പം തെറ്റാന്നറിയാം, എങ്കിൽ പോലും കുടുംബസമാധാനത്തിന് വേണ്ടി വഴങ്ങണം. സ്ത്രീകൾ അതുപോലെ ഭർത്താവിന് മുമ്പിൽ ചില കാര്യങ്ങളിൽ അങ്ങ് വഴങ്ങി കൊടുക്കണം. അമേരിക്കയിലും യൂറോപ്പിലെയും കുടുംബങ്ങൾ തകർന്നത് ഈ വിധേയത്വമില്ല. ആണുങ്ങളെ കയറി സ്ത്രീകൾ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് യൂറോപ്പിലെ അമേരിക്കയിലെ കുടുംബങ്ങൾ തകർന്നു തുടങ്ങിയത്. ഇപ്പം നമുക്കിടയിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ മക്കൾക്കാണ് വിദേശത്ത് നല്ല മാർക്ക്. അതിൻ്റെ കാര്യം പറയുന്നത് കുടുംബത്തിലൊരു വിധേയത്വമുണ്ട്. വിധേയത്വം എന്ന് പറയുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ കടന്നു വരിക, പൂർണ്ണമായിട്ട് ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാനുള്ള ഒരു മനസ്സ്. 5, വീണ്ടെടുപ്പ്.
എന്താണ് വീണ്ടെടുപ്പ്? ഒരു ഭർത്താവിനെ ദൈവം തന്നിരിക്കുന്നത് ഒരു സ്ത്രീ മൂലം അവൻ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ത്രീയെ ദൈവം ഭർത്താവിന് കൊടുത്തിരിക്കുന്നത് അവൻ അവളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തു സഭയെ വീണ്ടെടുത്തതുപോലെ. അല്ലെങ്കിൽ ദൈവം എന്നെ അവളെ ഏൽപ്പിക്കത്തില്ല, അവനെ എൻ്റെ ഈ തരികയില്ല. ഈ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. ഇപ്പം വീണ്ടെടുപ്പിന് വേണ്ടി വിളിക്കപ്പെട്ട ജീവിതമാണ് നമ്മുടേത്. ആ ഒരു ഓർമ്മ മനസ്സിലുണ്ടാകട്ടെ. ഇതിനെ പൗലോസ്ലീഹ വിളിക്കുന്ന വാക്ക് മഹാരഹസ്യമെന്നാണ്. എഫേസ്യസ് ലേഖനം 5-ാം അധ്യായത്തിൽ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നു, ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇനിമേൽ രണ്ടല്ല ഒന്നാകുന്നു, ഇതൊരു മഹാരഹസ്യമാകുന്നു. ഒരു പള്ളിയിൽ കപ്പ്യാരി ഈ ഭാഗം വായിച്ചു. 100 കൂട്ടം പണിയായിരുന്നു. കോഴിയെ പറപ്പിക്കാൻ പോയി, തിരി കത്തിക്കാൻ പോയി, ഫാൻ ഓൺ ചെയ്യാൻ പോയി, കരയുന്ന കൊച്ചിനെ ഒതുക്കിയിരുത്താൻ പോയി. അതിനിടയ്ക്ക് കല്യാണത്തിന് ലേഖന വായനയുടെ സമയമായി. കപ്പ്യാർ ഓടി വന്ന് ലേഖനം തുറന്നു. അവൻ അല്പം സ്പീഡ് കൂടി വായിച്ചു. വായിച്ചപ്പോൾ ഒരു ചെറിയ തെറ്റുപറ്റി. അവൻ വായിച്ചത് ഇങ്ങനെയാണ്: ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇനിമേൽ രണ്ടല്ലോ ഒന്നാകുന്നു, ഇതൊരു മഹാരസമാകുന്നു. രഹസ്യത്തിൻ്റെ വിട്ടുപോയി. ഇതൊരു മഹാരസമാകുന്നു. വിവാഹം രഹസ്യം മാത്രമല്ല, ഒരു മഹാരസം കൂടെയാണ്. കെട്ടിച്ചു വിടുന്ന പെണ്ണ് അപ്പനോടും അമ്മയോടും പറയുന്നത് എന്താ? തിങ്കൾ ചൊവ്വ ബുധൻ അവിടെ, വ്യാഴം വെള്ളി ശനി ഇവിടെ എന്നും പറഞ്ഞ് പോകുന്ന പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വന്നു. 4 മണിയാകുമ്പം കൂട്ടിൽ അടച്ച വെരികനെ പോലെ ഓടുന്ന കാണാം. അമ്മയും അപ്പനും ചോദിക്കും, എന്നാടി ഈ ബഹളം? അവിടെ എൻ്റെ അമ്മയപ്പ പോയില്ലേ, പ്രശ്നം ഗുരുതരം. ഷീറ്റ് ഞാത്തിയിട്ടിരിക്കുന്നു, ഒട്ടുപാല് തൂക്കിയിട്ടിരിക്കുന്നു, അടയ്ക്ക അടത്തിയിട്ടിരിക്കുന്നു, കൊപ്ര വെട്ടിയിട്ടിരിക്കുന്നു. ഞാൻ ചെല്ലണം, ചെന്നില്ലേ ശരിയാകുകയില്ല. പിന്നെ അവൾ നോക്കുക, ഈ വീട്ടിൽ നിന്ന് എന്നാ പൊക്കിക്കൊണ്ട് പോകണം, അപ്പൻ്റെ കിണ്ടി എടുത്തുകൊണ്ട് പോകണോ, അമ്മയുടെ കമ്മൽ പറിച്ചുകൊണ്ട് പോകണോ, നടപാതക്കിലെ സാക്ഷ മൊത്തം അടത്തിക്കൊണ്ട് പോകണോ. അവക്കറിയാം ഇതൊരു മഹാരസമാണ്, ഇതൊരു മഹാരഹസ്യമാണ്. രസത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും ജീവിതത്തിലേക്ക് ദൈവം ദമ്പതിമാരെ വിളിക്കുമ്പോൾ അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ചിന്തിക്കും. ഈ ചിന്തകൾ ഇന്ന് രാത്രി മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ കുടുംബം മഹാരഹസ്യത്തിൻ്റെ, മഹാരസത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ ആഴമുള്ള ഒന്നായിട്ട് മാറ്റുവാൻ ദൈവമായ കർത്താവ് നമ്മളെ വിളിക്കുന്നു.